ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് പേപ്പർ 2 ഫോർ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ ആണ്. നമ്മൾ ഓൾറെഡി MTP1 ആൻഡ് RTP ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ട്രിപ്പിളൈയുടെ മലയാളം യൂട്യൂബ് ചാനലിൽ ആ വീഡിയോസ് ഓൾറെഡി അപ്ലോഡഡ് ആണ്, നിങ്ങൾക്ക് പോയി കാണാം. നിങ്ങളുടെ Jan 2025 എക്സാംസ് ഒക്കെ അടുത്തു, ഇനി 2 weeks ഇല്ല നിങ്ങളുടെ എക്സാംസിന്. സോ ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് റിവിഷൻസിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സോ ടു ടൈം കളയാതെ തന്നെ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദി MTP2 ഫോർ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ പാറ്റേണിൽ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തവണ MTP2 അറേഞ്ച് ചെയ്തേക്കുന്നത്. ആസ് ഇൻ ദ ഫസ്റ്റ് പാർട്ട് വിൽ ബി ദ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദ സെക്കൻഡ് പാർട്ട് വിൽ ബി യുവർ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്. നമ്മൾ മറ്റേ സീരീസ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പം ആദ്യം ഡിസ്ക്രിപ്റ്റീവ് തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. സോ സിമിലർലി ഇവിടെയും നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് തന്നെയാണ്. സോ ഡിസ്ക്രിപ്റ്റീവ് കഴിഞ്ഞതിന് ശേഷം വിൽ ബി കമ്മിങ് ആൻഡ് ഡിസ്കസിംഗ് ദ മൾട്ടിപ്പിൾ ചോയ്സ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനിലോ ഏതെങ്കിലും പ്രൊവിഷൻസിലോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് യുവർ ഡൗട്ട്സ് ഇൻ ദ കമന്റ് ബോക്സ്. ഞാനത് വന്നിട്ട് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ടൈം കളയാതെ തന്നെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ദ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Nath Private Limited is a startup company. Mr. P has been appointed as accounts manager of Nath Private Limited. Nath Private Limited ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അവിടെ അക്കൗണ്ട്സ് മാനേജർ ആയിട്ട് മിസ്റ്റർ പിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. Mr. P ne appoint ചെയ്തിട്ടുണ്ട്. The board meeting for approval of accounts is to be held on 1/8/2024. So accounts approval of accounts discuss ചെയ്യാണ് ബോർഡ് മീറ്റിംഗിൽ. ഫോർ ദിസ് ഹി ഹാസ് ടു പ്രിപ്പയർ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ ദ അപ്രൂവൽ ഓഫ് ദ ബോർഡ്. സോ മിസ്റ്റർ പി എന്ത് പ്രിപ്പയർ ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം. റെഫറിംഗ് ടു സെക്ഷൻ 2 clause 40 of the Companies Act 2013, advise Mr. P about the statements that are required to be prepared. So എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് മിസ്റ്റർ പി പ്രിപ്പയർ ചെയ്യേണ്ടത്? സോ പൊതുവേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാകും? ബാലൻസ് ഷീറ്റ് ഉണ്ടാകും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാകും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാകും, എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും. സോ വിൽ ഹാവ് this is basically the set of financial statements prepare ചെയ്യേണ്ടത്. പക്ഷെ ചില കമ്പനീസിന് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. 1% കമ്പനി, സ്മോൾ കമ്പനി, സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനി, ഡോമന്റ് കമ്പനി, അങ്ങനത്തെ ചില കമ്പനീസിന് എക്സംഷൻ 2 clause 40 തന്നെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. പക്ഷെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് പ്രിപ്പയർ ചെയ്യണം നിർബന്ധമില്ല, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞൊരു എക്സംഷൻ 2 clause 40 തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന നാത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണെന്ന് ക്വസ്റ്റിൽ എടുത്ത് പറയുന്നുണ്ട്. സോ മിസ്റ്റർ പിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ, അക്കൗണ്ട്സ് മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പാർട്ടായിട്ട് വരുന്ന ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. എന്ത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ ആൻസർ പ്രസന്റേഷനകത്ത് പ്രൊവിഷനകത്ത് യു വിൽ റൈറ്റ് 2 clause 40 ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. അതിനകത്ത് എക്സംഷൻസ് ആർക്കൊക്കെയാണ്, എക്സെപ്ഷൻസ് ആരൊക്കെ ഇതിനകത്ത് കവേർഡ് അല്ല എന്നും പറഞ്ഞ് ക്ലിയർ ആയിട്ട് പറയുക. അനാലിസിസിനകത്ത് ഒറ്റ കാര്യം മാത്രം എഴുതിയാൽ മതി, നാത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനിയാണ്. കൺക്ലൂഷനകത്ത് നിങ്ങൾക്ക് കൊടുക്കാം, ഇൻ ദ ലൈറ്റ് ഓഫ് ദി എബോവ് പ്രൊവിഷൻ എക്സെപ്ഷൻസിനകത്ത് കവേർഡ് ആയതുകൊണ്ട് തന്നെ മിസ്റ്റർ പി എന്ത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. Okay, 2 clause 40 of the Companies Act 2013 പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻ റിലേഷൻ ടു എ കമ്പനി മീൻസ് ബാലൻസ് ഷീറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഉണ്ട്, എക്സ്പ്ലനേറ്ററി നോട്ട് ഉണ്ട്. എക്സെപ്ഷൻ അല്ലെങ്കിൽ എക്സംഷൻ കൊടുത്തിട്ട് പറയണം ആരൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. 1% കമ്പനി, ഡോമന്റ് കമ്പനി, സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനി മേ നോട്ട് ഇൻക്ലൂഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് FS പ്രിപ്പയർ ചെയ്യുമ്പോൾ വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ഹോൾ സംഭവത്തിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പറയുക. സോ അവർക്ക് എന്തിനു മാത്രം എക്സംഷൻ കൊടുത്തിട്ടുണ്ട്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് മാത്രം പ്രിപ്പയർ ചെയ്യാനായിട്ട് ദേ ബീൻ ഗിവൺ എക്സംഷൻ. ഈ പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയതുകൊണ്ട് ദീസ് ആർ ദി എക്സംഷൻസ്. ഈ കമ്പനീസ് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ പറയുന്ന നാത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനി ആണെന്ന് ക്വസ്റ്റനിൽ ഓൾറെഡി എടുത്ത് പറയുന്നത് കൊണ്ട് തന്നെ അവർ എക്സംപ്റ്റഡ് ആണ്. അവരെന്ത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. In the given case, Mr. P has to prepare the prescribed financial statement except cash flow statement since Nath Private Limited is a startup private company. So, എളുപ്പമുള്ള ക്വസ്റ്റൻ ആയിരുന്നു. Going to the next question. Mr. Ramchandra is a partner and in charge and certifies financial statements of A and Associates. So, Mr. Ramchandra ഒരു പാർട്ട്ണർ ആണ്, ഇൻ ചാർജും ആണ്. A and Associate എന്ന് പറയുന്ന ഒരു ഫേമിന്റെ. The firm is appointed as an auditor firm of Badri Limited. Badri Limited ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. സോ ആ ലിസ്റ്റഡ് കമ്പനിയുടെ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരുന്നത്
എ ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫേമിനെയാണ്. മിസ്റ്റർ രാമചന്ദ്ര റിട്ടയേഴ്സ് ഫ്രം എ ആൻഡ് അസോസിയേറ്റ്. എ ആൻഡ് അസോസിയേറ്റ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോയി ആൻഡ് ആഫ്റ്റർ സം ടൈം ജോയിൻ ഗുപ്ത ആൻഡ് ഗുപ്ത ഫേം ആസ് എ പാർട്ട്ണർ ഓൺ 25/2024. സോ എ ആൻഡ് അസോസിയേറ്റിൽ നിന്ന് മിസ്റ്റർ രാമചന്ദ്ര റിട്ടയർ ചെയ്ത് പോയിട്ട് പുതിയൊരു ഫേമിൽ ജോയിൻ ചെയ്യുവാണ്, ഗുപ്ത ആൻഡ് ഗുപ്ത എന്ന് പറയുന്ന ഒരു ഫേമിൽ. ഇൻ ദ ജനറൽ മീറ്റിംഗ് ഓഫ് ബദ്രി ലിമിറ്റഡ് ഹെൽഡ് ഓൺ 15/6/2024, the company appointed Gupta and Gupta firm as next auditor of the company. So അടുത്ത ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് ഗുപ്ത ആൻഡ് ഗുപ്തനെയാണ്. Advise Badri Limited whether the company has adhered to the provision of Companies Act 2013 by appointing Gupta and Gupta as an auditor of a company. അപ്പോൾ ബദ്രി ലിമിറ്റഡ് ഗുപ്ത ആൻഡ് ഗുപ്തനെ അപ്പോയിന്റ് ചെയ്തത് ശരിയാണോ, വെദർ ഇറ്റ് ഇസ് ഇൻ കംപ്ലൈൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. സോ നിങ്ങൾക്കറിയാം റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്ന പ്രൊവിഷൻസ് എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. നിങ്ങളൊരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനകത്ത് വരുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഡിറ്ററിന്റെ റൊട്ടേഷൻ നടത്തിയിരിക്കണം. അതായത് നിങ്ങൾ ഒരു ഇൻഡിവിജ്വലിനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എ ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫേം ആണ്. ലെറ്റ് us ടേക്ക് ദ എക്സാമ്പിൾ. എ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ആണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5 ഇയേഴ്സിലേക്ക് സെർവ് ചെയ്യുക, ഓഡിറ്റ് ചെയ്യുക, ദെൻ ടേക്ക് എ കൂൾ ഓഫ് പീരീഡ് ഓഫ് 5 ഇയേഴ്സ്, എന്നിട്ട് വേണം എന്നുണ്ടെങ്കിൽ റീ അപ്പോയിന്റ് ചെയ്യുക. ഇഫ് യു ആർ ഓൺലി കവേർഡ് അണ്ടർ ദറ്റ് പ്രിസ്ക്രൈബ് ലിമിറ്റ്, നിങ്ങളുടെ എല്ലാവർക്കും റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് ആപ്ലിക്കബിൾ അല്ല. 139 സബ്സെക്ഷൻ 2 പ്രകാരം റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് ആർക്ക് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ, ഓൺലി ഇഫ് യു ആർ കമ്മിങ് അണ്ടർ ദറ്റ് പ്രിസ്ക്രൈബ് ലിമിറ്റ്. സോ ലിസ്റ്റഡ് കമ്പനി എന്ന ക്വസ്റ്റിൽ എടുത്തു പറയുന്നുണ്ട്, ലിസ്റ്റഡ് കമ്പനി റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സിനകത്ത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന ഒരു കമ്പനിയാണ്. സോ ഒരു ഇൻഡിവിജ്വൽ ആണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ പൊതുവെ ഓഡിറ്റ് ചെയ്യുന്നത് 5 ഇയേഴ്സിലേക്ക്, ദെൻ ടേക്ക് എ കൂൾ ഓഫ് പീരീഡ് ഓഫ് 5 ഇയേഴ്സ്. ഫേം ആണെന്നുണ്ടെങ്കിൽ പൊതുവെ 2 കോൺസിക്യൂട്ടീവ് 5 ഇയേഴ്സിലേക്ക് അപ്പോയിന്റ്, സോ ടോട്ടൽ 10 ഇയേഴ്സിലേക്ക് അപ്പോയിന്റ് ചെയ്യും. എന്നിട്ട് 5 ഇയേഴ്സ് കൂൾ ഓഫ് പീരീഡ് എടുക്കുക. സോ ഇൻഡിവിജ്വൽ ആണെങ്കിൽ പൊതുവെ 5 ഇയേഴ്സ് സെർവ് ചെയ്യും, പിന്നെ 5 ഇയേഴ്സ് കൂൾ ഓഫ് പീരീഡ് എടുക്കും. ഫേം ആണെങ്കിൽ പൊതുവെ അടുപ്പിച്ച് 10 വർഷത്തേക്ക് അപ്പോയിന്റ് ചെയ്യാം, എന്നിട്ട് അതായത് 5 ഇയേഴ്സ് പിന്നെ ഒരു റീഅപ്പോയിന്റ്മെന്റ് പിന്നെ 5 ഇയേഴ്സ്, ടോട്ടൽ 10 ഇയേഴ്സ് ആൻഡ് ദെൻ ദേ വിൽ ടേക്ക് എ കൂൾ ഓഫ് പീരീഡ് ഓഫ് 5 ഇയേഴ്സ്. അതാണ് ഫേം. സോ എ ആൻഡ് അസോസിയേറ്റ്സ് ഒരു ഫേം ആണ്. സോ ദേ കുഡ് ഹാവ് സെർവ്ഡ് അല്ലെങ്കിൽ ദേ ക്യാൻ സെർവ് ഫോർ എ പീരീഡ് ഓഫ് 10 ഇയേഴ്സ് ആൻഡ് ദെൻ ദേ ഹാവ് ടു ടേക്ക് എ കൂൾ ഓഫ് പീരീഡ് ഓഫ് 5 ഇയേഴ്സ്. അപ്പൊ ഈ കൂൾ ഓഫ് പീരീഡിന്റെ സമയത്ത് നമ്മൾ നേരത്തെ ഓഡിറ്റർ ആയിട്ടിരുന്ന ഒരാൾ ആ ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്തു പോയി. ഈ ക്വസ്റ്റ്യന്റെ തന്നെ നമുക്ക് എടുക്കാം എക്സാമ്പിൾ ആയിട്ട്. എ ആൻഡ് അസോസിയേറ്റ്സിലെ പാർട്ട്ണർ ആയിരുന്നു മിസ്റ്റർ രാമചന്ദ്ര എന്ന് പറയുന്ന ആള്. പുള്ളിക്കാരൻ റിട്ടയർ ചെയ്തിട്ട് എവിടെ പോയി ജോയിൻ ചെയ്തു? ഗുപ്ത ആൻഡ് ഗുപ്ത. സോ ടെക്നിക്കലി 20 അവരുടെ പീരീഡ് കഴിയില്ലേ, അതായത് എ ആൻഡ് അസോസിയേറ്റ്സിന്റെ പീരീഡ് കഴിഞ്ഞ് ഇനി അവർ 5 ഇയേഴ്സ് കൂൾ ഓഫ് പീരീഡ് എടുക്കണം. സോ എന്ന് പറഞ്ഞാൽ പഴയ പാർട്ട്നേഴ്സ്, അപ്പൊ മിസ്റ്റർ രാമചന്ദ്രന്റെ കാര്യം മാത്രമേ ഇപ്പൊ ക്വസ്റ്റിൽ പറയുന്നത്. ഇപ്പൊ എക്സും വൈയും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു 3-4 പാർട്ട്നേഴ്സ്, രാമചന്ദ്ര, എക്സ്, വൈ, അങ്ങനെ ഒരു 3 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ മിസ്റ്റർ എക്സ്, മിസ്റ്റർ വൈ, രാമചന്ദ്ര ഇവരൊക്കെ ഇനിയും അടുത്ത 5 വർഷത്തേക്ക് ആരുടെ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല? ബദ്ര ലിമിറ്റഡിന്റെ ഓഡിറ്റ് ശരിക്കും ചെയ്യാൻ വേണ്ടി പാടില്ല. അവർ ആ കൂൾ ഓഫ് പീരീഡ് നിൽക്കുന്ന ആളാണ്. സോ ഈ മിസ്റ്റർ രാമചന്ദ്ര റിട്ടയർ ചെയ്ത് ഗുപ്ത ആൻഡ് ഗുപ്തയിൽ പോയി ജോയിൻ ചെയ്തെങ്കിൽ പോലും അവിടെ നേരത്തെ അയാൾ കൂൾ ഓഫ് പീരീഡ് സെർവ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ തന്നെ അയാൾ പോയി ജോയിൻ ചെയ്തില്ലേ? കണ്ടോ, 15/6/2024 തന്നെ ഗുപ്ത ആൻഡ് ഗുപ്തനെ അപ്പോയിന്റ് ചെയ്തു. സോ ടെക്നിക്കലി 5 ഇയേഴ്സ് അവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ പഴയ പാർട്ട്ണർ റിട്ടയർ ചെയ്ത് വന്ന് ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ആ പാർട്ട്ണർ മാത്രമല്ല അവിടെ ഡിസ്ക്വാളിഫൈഡ് ആയി പോകുന്നത്, ആ എൻറ്റയർ ഗുപ്ത ആൻഡ് ഗുപ്ത എന്ന് പറയുന്ന ഫേമിന് എന്തായിട്ട് സെർവ് ചെയ്യാൻ പറ്റില്ല? ഓഡിറ്റർ ആയിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ പഴയ ആ കൂൾ ഓഫ് പീരീഡിൽ നിൽക്കുന്ന ആള് പുതിയ ഫേമിൽ വന്ന് ജോയിൻ ചെയ്യുമ്പം പുള്ളിക്കാരനെ മാത്രമല്ല എക്സംപ്റ്റ് ചെയ്യുന്നത്, ഹോൾ ഫേമിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ 5 ഇയേഴ്സ് കൂൾ ഓഫ് പീരീഡ് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗുപ്തനെ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. So Badri Limited, whether they has adhered to the provisions of Companies Act 2013? No. According to section 139 subsection 2 of the Companies Act 2013, no listed company or such other class or class of company, ഞാൻ പറഞ്ഞ എല്ലാ കമ്പനീസും അല്ല, നിങ്ങൾ ലിമിറ്റിനകത്ത് കവേർഡ് ആണെന്നുണ്ടെങ്കിൽ, സോ ലിസ്റ്റഡ് കമ്പനി കവേർഡ് ആണ്, shall appoint or reappoint an individual for more than one term of 5 consecutive years. ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ 5 years and an audit firm ആണെങ്കിൽ 2 terms of 5 consecutive years. So നമ്മുടെ simple language പറഞ്ഞാൽ 10 yearsലേക്ക്. Provided that an individual auditor who has completed his term shall not be eligible for reappointment as an auditor in the same company for a period of 5 years. So 5 വർഷം കൂൾ ഓഫ് പീരീഡ് എടുക്കുക. ഒരു ഓഡിറ്റ് ഫേം ആണെന്നുണ്ടെങ്കിൽ completed its term എന്ന് പറഞ്ഞാൽ 2 terms of 5 consecutive years ആണ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 10 years കഴിഞ്ഞിട്ട് എത്ര മറ്റേ കൂൾ ഓഫ് പീരീഡ് എടുക്കുക? 5 years. സോ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ ഫേം ആയിക്കോട്ടെ 5 years ആണ് കൂൾ ഓഫ് പീരീഡ് വരിക.
provided further that as on the date of appointment, no audit firm having a common partner or partners to the other audit firm whose tenure has expired in a company immediately preceding the financial year shall be appointed as an auditor of the same company for a period of 5 years. So retire ചെയ്ത് പുതിയ ഫേമിൽ വന്ന് ജോയിൻ ചെയ്ത് കോമൺ പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആ 5 years കഴിയാതെ ഈ പുതിയ ഫേമിനെയും നമുക്ക് ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആസ് പെർ ദി എക്സ്പ്ലനേഷൻ ഓഫ് റൂൾ, if a partner who is in charge of an audit firm and also certifies FS of the company retires from the said firm and joins another firm of chartered accountants, so പഴയ ഫേമിൽ ഇൻചാർജ് ആയിരുന്നു, പുതിയ ഫേമിൽ വന്ന് ജോയിൻ ചെയ്തു, such other firm shall also be ineligible to be appointed for a period of 5 years. പുതിയതായിട്ട് വന്ന ആ ഗുപ്തൻ ഇന്നെലിജിബിൾ ആയി പോയി. നമ്മൾ പറഞ്ഞത് ഇനിയും അനാലിസിസ് കൺക്ലൂഷനിലോട്ട് പോവാണ്. മിസ്റ്റർ രാമചന്ദ്ര റിട്ടയർ ചെയ്തു എ ആൻഡ് അസോസിയേറ്റിൽ നിന്ന്. മിസ്റ്റർ രാമചന്ദ്ര പാർട്ട്ണറുമായിരുന്നു, ഇൻചാർജുമായിരുന്നു എ ആൻഡ് അസോസിയേറ്റ്സിൽ. എ ആൻഡ് അസോസിയേറ്റ്സിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഗുപ്ത ആൻഡ് ഗുപ്ത ഫേമിൽ ജോയിൻ ചെയ്യുന്നു. ദിസ് ഇസ് ദ അനാലിസിസ് കൺക്ലൂഷൻ. As per the above facts and provisions, Gupta and Gupta firm will also be ineligible to be appointed as an auditor of Badri Limited for a period of 5 years. കാരണം പഴയ പാർട്ട്ണർ ഇവിടെ വന്ന് ജോയിൻ ചെയ്തതുകൊണ്ട് പുതിയ ഫേമും 5 വർഷത്തേക്ക് ഇന്നെലിജിബിൾ ആകും. 5 വർഷത്തിന് ശേഷം കൂൾ ഓഫ് പീരീഡ് കഴിയുമ്പോൾ ഗുപ്ത ആൻഡ് ഗുപ്തനെ വേണമെന്നുണ്ടെങ്കിൽ ഓഡിറ്ററായിട്ട് ബദ്രി ലിമിറ്റഡ് അപ്പോയിന്റ് ചെയ്യാം. 139 subsection 2 ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. Okay, I hope that was clear. Going to the next one, referring to the provisions of FEMA, state the kind of approval required for payment of commission of $20,000 on exports made towards equity investments in joint venture wholly owned subsidiaries abroad of Indian companies. So നമ്മൾക്ക് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസിനകത്ത് ചില ട്രാൻസാക്ഷൻസ് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ എടുക്കണം, ചില ട്രാൻസാക്ഷൻസ് RBIയുടെ അപ്രൂവൽ എടുക്കണം, ചിലത് പ്രൊഹിബിറ്റഡ് ട്രാൻസാക്ഷൻ ആണ്. സോ നിങ്ങൾക്ക് പ്രൊഹിബിറ്റഡ് ട്രാൻസാക്ഷന്റെ ലിസ്റ്റ് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ the payment of commission on export made towards equity investments in joint venture or wholly owned subsidiaries abroad of Indian companies ഒരു prohibited transaction ആണ്. സോ അതിനു വേണ്ടി ഫോറിൻ എക്സ്ചേഞ്ച് വിഡ്രോവൽ നടത്താൻ വേണ്ടി പറ്റൂല്ല, ചെയ്യാൻ വേണ്ടി പറ്റില്ല. Under the provisions of section 5 of the FEMA, certain rules have been made for drawal of foreign exchange for current account transaction. Current account transactions നടത്താൻ വേണ്ടി ഫെമയ്ക്കകത്ത് കുറച്ച് rules ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. As per these rules, foreign exchange for some of the current account transaction is prohibited. ചില current account transactionsന് വേണ്ടി നമുക്ക് foreign exchange draw ചെയ്യാൻ വേണ്ടി പറ്റില്ല, അത് prohibited ആണ്. As regards some other current account transaction, foreign exchange can be drawn with prior permission of central government, while in some case current account transaction prior permission of RBI. ഞാൻ പറഞ്ഞില്ലേ, ചില ട്രാൻസാക്ഷൻസ് RBI അപ്രൂവൽ എടുക്കണം, ചില കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ എടുക്കണം, ചിലത് prohibited ട്രാൻസാക്ഷൻസ് ആണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. Accordingly, the payment of commission on export made towards equity investments in joint venture, wholly owned subsidiary abroad of Indian company is a transaction for which drawal of foreign exchange is prohibited. അല്ലെങ്കിൽ സിമ്പിൾ ലാംഗ്വേജ് കൊടുക്കുക, ഇറ്റ് ഇസ് എ prohibited transaction. In all other cases, remittance of foreign exchange is allowed either by general or specific permission. ബാക്കി ട്രാൻസാക്ഷനിൽ ഒന്നെങ്കിൽ RBIയുടെ അപ്രൂവൽ എടുത്തിട്ടോ, അല്ലെങ്കിൽ അവർ പറയുന്നുണ്ട് ഇന്ന കാര്യങ്ങളിൽ RBIയുടെ അപ്രൂവൽ എടുക്കുക, ബാക്കി ഒരു ലിസ്റ്റ് വന്നിട്ട് പറയാം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ എടുക്കുക. ആ പറയുന്ന ലിസ്റ്റിനകത്ത് വരുവാണെങ്കിൽ അതതായ അതോറിറ്റീസിന്റെ പെർമിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ഡ്രോവൽസ് ചെയ്യാം. പക്ഷെ ഇത് prohibited ട്രാൻസാക്ഷൻസിനകത്ത് കവേർഡ് ആയതുകൊണ്ട് ഇവിടെ യു കനോട്ട് ഡ്രോ ഫോറിൻ എക്സ്ചേഞ്ച് ഫോർ ദിസ് പെർട്ടിക്കുലർ പർപ്പസ്. ക്ലിയർ അല്ലേ? നമ്മൾ സെക്ഷൻ 5 ആക്ച്വലി വി ഡിസ്കസ്ഡ് ഇൻ ദി അതർ സീരീസ് ഓൾസോ. ഐ സെഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്തിട്ട് പെർമിഷൻ ആരുടെ അടുത്തു നിന്ന് എടുക്കണ്ടേ എന്നൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. സോ യു കൻ ആക്ച്വലി ഗിവ് പ്രയോറിറ്റി ടു കറണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ. Okay, going to the next one. Samay Publishing Limited, facing acute cash crunch, wants to utilize a portion of deposit repayment reserve account to pay off its short-term creditors who are pressing hard for repayment of 20 lakh. So, Samay Publishing Limited എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് അക്യൂട്ട് ക്യാഷ് ക്രഞ്ച് വന്നു, കുറച്ച് ഫിനാൻഷ്യൽ ക്രഞ്ച് അവർക്ക് വന്നു. അപ്പൊ അവർ പറയുകയാണ് അവർ ഡെപ്പോസിറ്റ് റീപേയ്മെന്റ് റിസർവ് എന്ന് പറയുന്ന അക്കൗണ്ടിനകത്തെ പൈസ ഉപയോഗിച്ചിട്ട് ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള പൈസ കൊടുത്തു തീർക്കാൻ വേണ്ടി പോകുവാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരൊരു തീരുമാനത്തിലോട്ട് വരികയാണ്.
Is it justified to use the funds lying in deposit repayment reserve account in this manner? ഈ പറയുന്ന ഡെപ്പോസിറ്റ് റീപേയ്മെന്റ് റിസർവ് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഉപയോഗിച്ചിട്ട് ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സിനെ പേ ഓഫ് ചെയ്യുന്നത് ശരിയാണോ? ഗിവ് യുവർ ആൻസർ ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. സോ റൂൾ 13 ഓഫ് ഡെപ്പോസിറ്റ് റൂൾസ് പ്രകാരം എടുത്തു പറയുന്നുണ്ട്, ഡെപ്പോസിറ്റ് റീപേയ്മെന്റ് റിസർവ് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എന്തിനു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ? ഡെപ്പോസിറ്റ് റീപേ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡെപ്പോസിറ്റ് ഇസ് ഓൾസോ ബോറോയിങ് ഉള്ളി. പക്ഷെ ആ പറയുന്നത് ഒന്നെങ്കിൽ നമ്മളിപ്പോ പല പല മന്ത്സിലേക്ക് നമുക്ക് എടുക്കല്ലോ. 0 to 3 months പ്രോഹിബിറ്റഡ് ആണ്. 3 to 6 monthsലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ടാകാം. 6 to 36 monthsiനിടയ്ക്ക് റീപേയ്മെന്റ് വരുന്ന രീതിയിൽ നമ്മൾ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ടൈപ്പ് ഓഫ് കമ്പനി അനുസരിച്ചിട്ട് മാറും. ഒന്നെങ്കിൽ നമ്മൾ മെമ്പേഴ്സിന് അടുത്തുനിന്ന് എടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പബ്ലിക്, ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് എലിജിബിൾ കമ്പനി ആണോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സോ ആ കമ്പനിക്ക് അനുസരിച്ചിട്ട് ആരടുത്തു നിന്നാണോ അക്സെപ്റ്റ് ചെയ്തേക്കുന്നത് നോക്കുക. സോ ഈ ഡെപ്പോസിറ്റ് റീപേയ്മെന്റ് റിസർവ് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എന്തിനു മാത്രമേ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ? ഡെപ്പോസിറ്റ് റീപേ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സോ യു കനോട്ട് യൂട്ടിലൈസ് ഇറ്റ് ഫോർ എനി അതർ പർപ്പസ്. സോ സമയ പബ്ലിഷിംഗ് ലിമിറ്റഡ് ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സിന് പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത്. സോ ആസ് പെർ റൂൾ 13 of the company's acceptance of deposit rules, അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. It is not correct. The contention is not correct. As per rule 13 of the company's acceptance of deposit rules, the account deposited in the deposit repayment reserve account shall not be utilized by a company for any purpose other than the repayment of deposits. Repayment of deposits ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. The given question, ഈ പറയുന്ന കമ്പനി അതിന്റെ ക്രെഡിറ്റേഴ്സിനെ പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സിൻസ് ദർ ഇസ് എ പ്രൊഹിബിഷൻ, സമയ പബ്ലിഷ് ലിമിറ്റഡ് ഇസ് നോട്ട് പെർമിറ്റഡ് ടു യൂട്ടിലൈസ് ഇറ്റ്സ് ഡെപ്പോസിറ്റ് റീപേയ്മെന്റ് റിസർവ് അക്കൗണ്ട് ടു പേ ഓഫ് ഇറ്റ് ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സ്. ക്യാഷ് ക്രഞ്ച് വന്നു, അതുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തോട്ടെ, ചെയ്യാൻ പാടില്ല. കാരണം റൂളിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഡെപ്പോസിറ്റ്സ് മേടിച്ചത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമേ ഈ പറയുന്ന റിസർവ്, കാരണം ആ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് റിസർവ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു സ്പെസിഫിക് പേർപ്പസിനാണ്. സോ വേറൊരു പേർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, അടുത്തത്, Mr. Kaushal is a chartered accountant and an MBA by profession, has been appointed as an executive director on the board of XYZ Limited. His job profile includes advising the board of directors of the company on various complaints matters. So Kaushal ഒരു chartered accountant and MBA ആണ്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന പൊസിഷനിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. ഹിസ് ജോബ് പ്രൊഫൈൽ ഇൻക്ലൂഡ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അഡ്വൈസ് ചെയ്യുക, കംപ്ലൈൻസ് മാറ്റേഴ്സിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ കംപ്ലൈൻ ചെയ്യണം, ലീഗൽ മാറ്റേഴ്സിനെ പറ്റി പറയുക, സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എടുക്കേണ്ടത്, ബിസിനസ് പ്ലാൻ, റിസ്ക് മാറ്റേഴ്സ് എക്സെട്ര. കീപ്പിംഗ് ഇൻ വ്യൂ ഓഫ് ദ പൊസിഷൻ വെദർ മിസ്റ്റർ കൗശൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എ പ്രൊമോട്ടർ. സോ 2 clause 69 പ്രകാരം പ്രൊമോട്ടറിന്റെ ഡെഫിനിഷൻ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹു ഹാസ് ബീൻ നെയിംഡ് ഇൻ ദ പ്രോസ്പെക്ടസ് ഓർ ആനുവൽ റിട്ടേൺ, അല്ലെങ്കിൽ who has been named in the prospectus or identified in the annual return, അല്ലെങ്കിൽ ഡയറക്ടർ മറ്റേ ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ അഫയേഴ്സ് ഓഫ് ദ കമ്പനി കൺട്രോൾ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ ആൾ പറയുന്ന പ്രകാരമാണ് ആക്ട് ചെയ്യുന്നത്. ഇവരൊക്കെ നമുക്ക് പ്രൊമോട്ടറിനെ വിളിക്കാം. ഈ പറയുന്ന കാറ്റഗറിയിൽ എവിടെ വന്നാലും കണ്ടീഷൻ ഓർ ആണ്, എല്ലാം കംപ്ലൈ ചെയ്യണം എന്നില്ല, കണ്ടീഷൻ ഓർ ആണ്. ഒന്നുകിൽ പ്രോസ്പെക്ടസിൽ യു ഹവ് ബീൻ നെയിംഡ് ആസ് എ പ്രൊമോട്ടർ, ഓർ ആനുവൽ റിട്ടേണിൽ യു ആർ ഐഡന്റിഫൈഡ് ആസ് എ പ്രൊമോട്ടർ, അല്ലെങ്കിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഷെയർ ഹോൾഡർ എന്നുള്ള രീതിയിലോ ഡയറക്ടർ എന്നുള്ള രീതിയിലോ യു ആർ കൺട്രോളിംഗ് ദ അഫയേഴ്സ് ഓഫ് എ കമ്പനി, ഓർ അക്കോർഡിംഗ് ടു യോർ ഡയറക്ഷൻസ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആർ ആക്ടിംഗ്. എന്തിൽ വന്നാലും യു വിൽ ബി കോൾഡ് ആസ് എ പ്രൊമോട്ടർ. നൗ ഇവിടെ നിങ്ങളോട് ചോദിക്കുവാണ്, മിസ്റ്റർ കൗശൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് MBA ബൈ പ്രൊഫഷൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഹോൾഡ് ചെയ്യുന്നു പൊസിഷൻ, കുറെ കംപ്ലൈൻസ് മാറ്റേഴ്സ് സ്ട്രാറ്റജീസിലൊക്കെ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇയാളെ പ്രൊമോട്ടർ എന്നുള്ളൊരു പേരിൽ വിളിക്കാൻ വേണ്ടി പറ്റുമോ? സോ ഈ ഡെഫിനേഷന്റെ അടിയിൽ ഒരു നോട്ടും കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ ആക്ട് ചെയ്യുന്ന ഒരാളെ നിങ്ങൾ എന്തായിട്ട് കാണേണ്ട ആവശ്യമില്ല, പ്രൊമോട്ടറായിട്ട് കാണേണ്ട ആവശ്യം ഇല്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞ 2 clause 69 പ്രകാരം പ്രോസ്പെക്ടസ് ഐഡന്റിഫൈഡ് ഇൻ ദി ആനുവൽ റിട്ടേൺ, or who has control over the affairs of a company directly or indirectly as a shareholder or as a director, in accordance with whose advice, directions or instructions the board of directors are accustomed to it. സെക്കൻഡ് പോയിന്റ് വായിക്കുമ്പോൾ നമുക്ക് തോന്നുമോ ഇയാൾ പ്രൊമോട്ടർ ആണല്ലോ, മിസ്റ്റർ കൗശൽ പ്രൊമോട്ടർ, കാരണം ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ അയാൾ അഫയേഴ്സ് ഓഫ് ദ കമ്പനി കൺട്രോൾ ചെയ്യുന്നു ആസ് എ ഷെയർ ഹോൾഡർ ഓർ ആസ് എ ഡയറക്ടർ. ഹി ഈസ് അപ്പോയിന്റഡ് ആസ് എൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ആ നോട്ട് ഓർമ്മ വന്നില്ലെങ്കിൽ യു വിൽ മേക്ക് ദിസ് ആൻസർ. പക്ഷെ പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ ജസ്റ്റ് പ്രൊഫഷണൽ അഡ്വൈസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അയാളെ നിങ്ങൾ എന്തായിട്ട് കാണണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്.
നിങ്ങൾ പ്രൊമോട്ടറായിട്ട് കാണണ്ട. സോ പുള്ളിക്കാരൻ സ്ട്രാറ്റജീസ് കൊടുക്കുന്നതോ കംപ്ലൈൻസ് മാറ്റേഴ്സ് ഒക്കെ കൊടുക്കുന്നത് പ്രൊഫഷണൽ കപ്പാസിറ്റിയിലാണ്. ബിക്കോസ് ഹീസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ബിക്കോസ് ഹി ഹാസ് എൻ MBA പ്രൊഫഷൻ, ഹി ഈസ് ഏബിൾ ടു ഗിവ് എ കംപ്ലൈൻസ് അഡ്വൈസറി, ഓർ ഹി ഈസ് ഏബിൾ ടു പ്രൊവൈഡ് വാട്ട് സ്ട്രാറ്റജീസ് ദാറ്റ് കമ്പനി ഹാസ് ടു യൂസ്, ദാറ്റ് കമ്പനി ഷുഡ് നോട്ട് യൂസ് എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്നത് ഹീസ് ആക്ടിങ് ഇൻ ഹിസ് പ്രൊഫഷണൽ കപ്പാസിറ്റി. അതുകൊണ്ട് മിസ്റ്റർ കൗശലിനെ നിങ്ങൾക്ക് പ്രൊമോട്ടറായിട്ട് വിളിക്കാൻ വേണ്ടി പറ്റൂ ഇല്ല. Provided that nothing in the subclause C shall apply to a person who is acting merely in a professional capacity. So Mr. Kaushal is only limited to advise a board of directors on various compliance matters, strategy, business plans and risk matters, and that it is only to his professional capacity. He will not be classified as a promoter. പുള്ളിക്കാരനെ മിസ്റ്റർ കൗശലിനെ പ്രൊമോട്ടറായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ ക്വസ്റ്റ്യനെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തോളൂ. പണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ. സോ റിമെമ്പർ, പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ പുള്ളിക്കാരൻ എന്തൊക്കെയാണ് കൊടുക്കുന്നത്, എന്ത് സ്ട്രാറ്റജി ഉപയോഗിക്കണം, എന്തൊക്കെ കംപ്ലൈൻസ് മാറ്റേഴ്സ് ആണ് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങളുടെ ബിസിനസ് പ്ലാൻ എന്തൊക്കെയായിരിക്കണം. സോ ഈസ് ഗിവിംഗ് എ പ്രൊഫഷണൽ അഡ്വൈസ്. സോ അങ്ങനെ പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ ആക്ട് ചെയ്യുമ്പോൾ ഹി കനോട്ട് ബി ക്ലാസിഫൈഡ് ആസ് എ പ്രൊമോട്ടർ. ഓർത്തോണേ, that question is important. Going to the next question. Explain the following with reference to the provisions of General Clause Act 1897. Person definition. Second one is document. Now this is a direct question. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ജനറൽ ക്ലോസും ഇന്റർപ്രിട്ടേഷനും വിട്ടിട്ട് പോകരുത്. സ്റ്റിൽ പഠിക്കാത്ത സ്റ്റുഡൻസ് ഉണ്ടാകും. ഐ എം സ്റ്റിൽ റിമൈൻഡിങ് യു, രണ്ട് ആക്ടിൽ നിന്നും കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിക്കാറില്ല. സോ പേഴ്സൺ, according to section 3 clause 42 of the General Clause Act, person shall include any company ആകാം, or association ആകാം, or body of individuals ആകാം. So company ആകാം, association ആകാം, ഇൻഡിവിജ്വൽ ആകാം, വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട്. ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും. സോ കമ്പനി ആകാം, അസോസിയേഷൻ ആകാം, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആകാം, BOI. സോ നിങ്ങൾ ഇൻകോർപ്പറേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും അക്കോർഡിംഗ് ടു ദ ജനറൽ ക്ലോസ് ആക്ട് യു വിൽ ബി ട്രീറ്റഡ് ആസ് എ പേഴ്സൺ. Document. Document is also a very important definition. 3 clause 18 പ്രകാരം document means any matter, ഏതൊരു matter, അത് written ആകാം, expressed ആകാം, അല്ലെങ്കിൽ described ആകാം. written ആകാം, എക്സ്പ്രസ്ഡ് ആകാം, ഡിസ്ക്രൈബ്ഡ് ആകാം. എവിടെ? അപ്പോൺ എനി സബ്സ്റ്റൻസ്, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ മുകളിൽ എങ്ങനെ ആവണം ഡോക്യുമെന്റ് എഴുതേണ്ടത്? ബൈ ലെറ്റേഴ്സ്, അല്ലെങ്കിൽ ഫിഗേഴ്സ്, ഓർ മാർക്സ്, ഓർ ബൈ മോർ ദാൻ വൺ ഓഫ് ദോസ് മീൻസ്. അതായത് ലെറ്റർ ഫിഗർ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ലെറ്റർ ഫിഗർ മാർക്സ് കോമ്പിനേഷൻ, എങ്ങനെ വേണേലും ആകാം. സോ ഇറ്റ് കുഡ് ബി എനി മാറ്റർ. അത് റിട്ടൺ ആകാം, അത് എക്സ്പ്രസ്ഡ് ആകാം, അത് ഡിസ്ക്രൈബ്ഡ് ആകാം. എവിടെ? അപ്പോൺ എനി സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിന്റെ മുകളിൽ അത് എങ്ങനെയായിരിക്കണം? ബൈ മീൻസ് ഓഫ് ലെറ്റേഴ്സ് ആകാം, ഫിഗേഴ്സ് ആകാം, മാർക്സ് ആകാം, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആകാം. which is intended to be used or which may be used for the purpose of recording that matter. ഒരു മാറ്റർ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പറയുന്ന ഡോക്യുമെന്റ് എഴുതി വെക്കുന്നത്. സോ ഡോക്യുമെന്റ് ഡെഫിനേഷൻ ഇസ് ഓൾസോ വെരി ഈസി. സോ പേഴ്സണും ഡോക്യുമെന്റും ആണ് MTP2 ചോദിച്ചേക്കുന്നത് ഫ്രം ദ ജനറൽ ക്ലോസ് ആക്ടിന്റെ ഡെഫിനേഷന്റെ ഭാഗം. Okay, so going to the next one. Trinity School started imparting education on 1st April 2010 with the sole objective of providing education to the children of weaker society, either free of cost. ഇതൊരു സെക്ഷൻ കമ്പനിയാണ്, ഇത്ര വായിച്ചിടത്തോളം, or at a very nominal fees depending upon the financial condition of their parents. Okay. However, on 30th March 2024, it came to the knowledge of the central government that the said school was operating by violating the object of its objective clause, due to which it was granted the status of a Section 8 company. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ സെൻട്രൽ ഗവൺമെന്റ് മനസ്സിലായി ഇവര് തുടങ്ങിയ മറ്റേ പർപ്പസ് എന്താണ്? വീക്കർ മറ്റേ സെക്ഷനിലുള്ള ആൾക്കാർക്ക്, സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിന്റെ കണ്ടീഷൻ മറ്റേ ഫിനാൻഷ്യൽ സ്റ്റേറ്റസിനനുസരിച്ച് ഒരു നോമിനൽ ഫീസ് വെച്ചിട്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത്, ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇത് കണ്ടതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് അവർക്ക് ലൈസൻസ് കൊടുത്തത്. കുറച്ചു നാൾ കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റ് മനസ്സിലായി ദേ ആർ വയലേറ്റിംഗ് ദ ഒബ്ജക്ട്സ് ഓഫ് ദ കമ്പനി. ഡിസ്ക്രൈബ് വാട്ട് പവേഴ്സ് ക്യാൻ ബി എക്സസൈസ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് against the Trinity School in such a case. ആ കേസിൽ എന്തൊക്കെ പവേഴ്സ് സെൻട്രൽ ഗവൺമെന്റിനെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സെക്ഷൻ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? Section company means a company which deals with the formation of
പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ ഒബ്ജക്ട്സ് ഓഫ് സയൻസ്, ആർട്സ്, കൊമേഴ്സ്, കൾച്ചർ, എഡ്യൂക്കേഷൻ എക്സെട്ര. ഈ കമ്പനി ഒരിക്കലും അതിന്റെ പ്രോഫിറ്റ് അല്ല, ശരിക്കും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞാൽ സർപ്ലസ് എന്തിനു ഉപയോഗിക്കാൻ പാടില്ല, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഈ എന്തിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ? ഓൺലി ഫോർ പ്രൊമോട്ടിംഗ് ഇറ്റ്സ് ഒബ്ജക്ട്. കണ്ടോ? Section 8 companies are registered by the registrar only when a license is issued by the central government. CG അവർക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ മാത്രമേ രജിസ്ട്രാർ അവർക്ക് സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്ന സ്റ്റേറ്റസ് ഗ്രാന്റ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. ട്രിനിറ്റി സ്കൂള് സെക്ഷൻ 8 കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. കാരണം വീക്കർ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ നോർമൽ ഫീസിൽ പ്രൊവൈഡ് ചെയ്യുക, അതുകൊണ്ടാണ് കൊടുത്തത്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് വയലേറ്റ് ചെയ്തു എന്ന് തോന്നുമ്പോൾ ആ ലൈസൻസ് റിവോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. റിവോക്ക് ചെയ്യുന്ന കേസുകൾ ഏതൊക്കെയാണെന്നറിയോ? ഇത് പോയിന്റ്സ് ആയിട്ട് എഴുതാൻ നല്ലത്. ഈ താഴെ പറയുന്നത് പാരഗ്രാഫ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതിൽ എങ്ങനെയൊക്കെയാണ്? നമ്പർ 1, where the company contravenes any of the requirements or conditions of the section. This is number 1. So company കൊടുത്ത കണ്ടീഷൻസോ എന്തെങ്കിലും റിക്വയർമെന്റ്സോ വയലേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് റിവോക്ക് ചെയ്യും. അല്ലെങ്കിൽ it is violative of the objects of the company or prejudicial to the public interest. ഒബ്ജക്ട്സിനെ വയലേറ്റ് ചെയ്തു, പബ്ലിക് ഇൻട്രസ്റ്റിന് അഗേൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തു. അല്ലെങ്കിൽ affairs of the company has been conducted fraudulently. കമ്പനി അതിന്റെ അഫയേഴ്സ് കണ്ടക്ട് ചെയ്തത് ഫ്രോഡലന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുവാണെങ്കിൽ, ഞാൻ 1, 2, 3 എന്ന് പറഞ്ഞ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ ഏതെങ്കിലും സംഭവിക്കുവാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് റിവോക്ക് ചെയ്യും. റിവോക്ക് ചെയ്യുമ്പോൾ എന്താണ് ഈ കമ്പനിക്ക് സംഭവിക്കുന്നത്? ഐദർ സെൻട്രൽ ഗവൺമെന്റ് പറയും നിങ്ങൾ പ്രൈവറ്റ് കമ്പനിയോ പബ്ലിക് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് പേരിന്റെ കൂടെ PVT ലിമിറ്റഡ്, പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ PVT ലിമിറ്റഡ് എന്ന് ആഡ് ചെയ്യുക, പബ്ലിക് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ ലിമിറ്റഡ് എന്ന് ആഡ് ചെയ്യുക. സോ സെൻട്രൽ ഗവൺമെന്റ് പറയുന്നതിനനുസരിച്ച് വേണം അത് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദ രജിസ്ട്രാർ ഷെൽ പുട്ട് ലിമിറ്റഡ് ഓർ പ്രൈവറ്റ് ലിമിറ്റഡ് ഓൺ റിവോക്കേഷൻ അഗെയിൻസ്റ്റ് ദ കമ്പനി ഇൻ ദ രജിസ്ട്രാർ. പക്ഷെ റിവോക്കേഷൻ നടത്തുന്നതിന് മുന്നേ സെൻട്രൽ ഗവൺമെന്റ് മസ്റ്റ് ഗിവ് എ റിട്ടൺ നോട്ടീസ് ടു ദ കമ്പനി ഓഫ് ഇറ്റ്സ് ഇന്റൻഷൻ ടു റിവോക്ക് ദ ലൈസൻസ്. റിവോക്ക് ചെയ്യുന്നതിന് മുന്നേ ഇന്ന കാരണങ്ങളും കൊണ്ടാണ് മോളി പറഞ്ഞ്, ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് റിക്വയർമെന്റ്സോ കണ്ടീഷൻസോ കോൺട്രവൈൻ ചെയ്തു, നിങ്ങൾ ഒബ്ജക്റ്റീവ്സ് വയലേറ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്തത്, നിങ്ങളുടെ അഫയേഴ്സ് ഓഫ് ദ കമ്പനി ഫ്രോഡലായിട്ട് ഞങ്ങൾ കണ്ടു, ഇങ്ങനെ എന്തുകൊണ്ടാണ് റിവോക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം സെൻട്രൽ ഗവൺമെന്റ് ആരെ അറിയിക്കണം? റിട്ടേൺ നോട്ടീസ് വെച്ചിട്ട് സെക്ഷൻ 8 കമ്പനിക്ക് ഒരു ഇന്റിമേഷൻ കൊടുക്കണം. ഇത് പോയിന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു, ഒന്നെങ്കിൽ പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പബ്ലിക് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? പബ്ലിക് ഇൻട്രസ്റ്റിൽ അത് എസെൻഷ്യൽ ആണെന്ന് തോന്നുവാണെങ്കിൽ അവരോട് പറയും നിങ്ങൾ വേറൊരു സെക്ഷൻ 8 കമ്പനിയായിട്ട് അമാൽഗമേറ്റ് ചെയ്തോളൂ. സോ നമ്മൾ ക്വസ്റ്റ്യൻ എപ്പോഴും ഓർത്തോണം, ഇങ്ങനെയും കൂടെ വേണമെങ്കിൽ ക്വസ്റ്റിനകത്തൊരു സപ്പാർട്ടായിട്ട് ആഡ് ചെയ്ത് മെയിൻ എക്സാമിന് ചോദിക്കാം. പ്രൈവറ്റോ പബ്ലിക് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഒരു പ്രൈവറ്റ് കമ്പനിയായിട്ട് അമാൽഗമേറ്റ് ചെയ്യാൻ വേണ്ടി പോയി ഈ സെക്ഷൻ 8 കമ്പനി. സെൻട്രൽ ഗവൺമെന്റ് പറയില്ല, ദെംസെൽഫ് ഡിസൈഡഡ്. ഓർ പബ്ലിക് കമ്പനിയായിട്ട് അവരെ അമാൽഗമേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഇസ് ഇറ്റ് പോസിബിൾ? നോ. ഐദർ സെൻട്രൽ ഗവൺമെന്റ് വിൽ ഓർഡർ ഫോർ അമാൽഗമേഷൻ. അപ്പൊ നിങ്ങൾ അമാൽഗമേറ്റ് ചെയ്യേണ്ടത് വേറൊരു സെക്ഷൻ കമ്പനിയായിട്ട്, സിമിലർ ഒബ്ജക്റ്റീവ് ഉള്ള വേറൊരു സെക്ഷൻ കമ്പനിയായിട്ട് മാത്രം അമാൽഗമേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ CG പറയും നിങ്ങൾ പ്രൈവറ്റ് കമ്പനിയായിട്ടോ പബ്ലിക് കമ്പനിയായിട്ടോ കൺവേർട്ട് ചെയ്യുക. അവർ പറയുന്ന പോലെ പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ PVT ലിമിറ്റഡ് ആഡ് ചെയ്യുക, പബ്ലിക് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ലിമിറ്റഡ് അതിനകത്ത് ആഡ് ചെയ്യുക. ഇനി ഇതും അല്ലെങ്കിൽ അവരോട് എന്ത് പറയും? യു വിൽ വൈൻഡ് അപ്പ് ആൻഡ് ഗോ. സെക്ഷൻ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയും. ഓർത്തോണം ഒരു കാര്യം, ഇവിടെ നിങ്ങൾ റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടേ നിങ്ങൾ റിവോക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ എന്തൊക്കെ പ്രോപ്പർട്ടീസോ എന്തൊക്കെ ലയബിലിറ്റീസോ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിലോട്ട് തന്നെ വന്നോളും. പുതിയ കമ്പനിയായിട്ട് ഫോം ചെയ്യുമ്പം അതിലോട്ട് ഓട്ടോമാറ്റിക്കലി വന്നോളും. സോ റിമെമ്പർ, എന്തൊക്കെ ചെയ്യാം? സോ എന്തൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ഓർഡർ ചെയ്യാം? ഒന്നുകിൽ പ്രൈവറ്റ് കമ്പനിയോ പബ്ലിക് കമ്പനിയായിട്ടോ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ വേറൊരു സെക്ഷൻ സിമിലർ ഒബ്ജക്ട്സ് ഉള്ള വേറൊരു സെക്ഷൻ കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറയാം, അമാൽഗമേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. അമാൽഗമേഷൻ ടു എ പ്രൈവറ്റ് ഓർ എ പബ്ലിക് കമ്പനി ഇസ് നോട്ട് പോസിബിൾ. ഐദർ യു കൺവേർട്ട് ടു എ പ്രൈവറ്റ് ഓർ പബ്ലിക്, അത് സെൻട്രൽ ഗവൺമെന്റ് പറയും. അല്ലെങ്കിൽ അമാൽഗമേഷൻ ഇസ് പോസിബിൾ ഓൺലി വിത്ത് എ സിമിലർ സെക്ഷൻ കമ്പനി. ഐ എം റിപ്പീറ്റിംഗ്, അമാൽഗമേഷൻ ഇസ് പോസിബിൾ only with a similar section company. Conversion either to a private or public as instructed by CG. അല്ലെങ്കിൽ പൂട്ടിപ്പൊക്കാളും വേണ്ടി പറയും if it is in the public interest. ഇത് ഈ മൂന്നെണ്ണത്തിൽ ഏത് ചെയ്താലും അതിന് മുന്നേ ഒരു റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കും, റിട്ടേൺ നോട്ടീസ് കൊടുത്തിട്ട് ഇന്ന റീസൺ കൊണ്ടാണ് റിവോക്ക് ചെയ്യുന്നതെന്ന് പറയും. ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കമ്പനിയോട് ചോദിക്കുകയും ചെയ്യും. എന്നിട്ട് മാത്രമേ റിവോക്കേഷൻ ചെയ്യുള്ളൂ. ക്ലിയർ അല്ലേ?
ഇവിടെ ആ സെക്കൻഡ് പാർട്ടിന്റെ ക്വസ്റ്റൻ അങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ട് ചോദിച്ചിട്ടില്ല, ബട്ട് ഐ എം ജസ്റ്റ് ടെല്ലിങ് യു, കാരണം അങ്ങനത്തെ ക്വസ്റ്റൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. വേറൊരു പ്രൈവറ്റ് കമ്പനി ആയിട്ട് പബ്ലിക് കമ്പനി ആയിട്ട് അമാൽഗമേറ്റ് ചെയ്തു, ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. Going to the next one. A general meeting of ABC Limited was scheduled to be held on 15th April 2024 at 3 p.m. ഒരു ജനറൽ മീറ്റിംഗ് ആണ് ABC പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 15th April 2024 3 p.m. നാണ് വെച്ചേക്കുന്നത്. As per the notice, the members who will be unable to attend the meeting in person can appoint a proxy, and the proxy form duly filled should be sent to the company so that the company can receive it within the time. So attend ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് പ്രോക്സിനെ അപ്പോയിന്റ് ചെയ്യാം, പ്രോക്സി ഫോം കമ്പനിക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊരു കേസ് ബേസ്ഡ് ക്വസ്റ്റൻ ആണ്, ഭയങ്കര വലിയ ക്വസ്റ്റൻ ആയിട്ട് തോന്നും. ഐ ഈവൻ അഡ്വൈസ് ടു ഹൗ ടു ആൻസർ ദിസ് ക്വസ്റ്റൻ. ഞാൻ ഈ ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ അത് പറഞ്ഞുതരാം. അഗൈൻ, മിസ്റ്റർ എക്സ്, എ മെമ്പർ ഓഫ് ദ കമ്പനി, അപ്പോയിന്റ്സ് മിസ്റ്റർ വൈ. സോ മിസ്റ്റർ എക്സ് ആണ് മെമ്പർ, വൈ എന്ന് പറയുന്ന ഒരാളെ പ്രോക്സി ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. സോ ലെറ്റ് us highlight this, മറന്നു പോകാതിരിക്കാൻ. എക്സ് ഒരു മെമ്പർ ആണ്, വൈ എന്ന് പറയുന്ന ഒരു പ്രോക്സിനെ അപ്പോയിന്റ് ചെയ്തു. ദ പ്രോക്സി ഫോം ഡേറ്റഡ് 10/4/2024. എടാ 15th April നാണ് മീറ്റിംഗ്, 10/4/2024 അപ്പോയിന്റ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഡെപ്പോസിറ്റഡ് ബൈ വൈ വിത്ത് ദ കമ്പനി അറ്റ് ഇറ്റ്സ് രജിസ്റ്റർ ഓഫീസ് ഓൺ 11/4. സോ 10/4 അവിടെ ഇറലവെന്റ് ആണ്. നമ്മൾ എന്ന് കമ്പനിക്ക് അത് കിട്ടി എന്നാണ് നോക്കേണ്ടത്. സോ ടെക്നിക്കലി 48 hours മുന്നേ, അറ്റ്ലീസ്റ്റ് 48 hours മുന്നേ നമ്മളത് കമ്പനിയുടെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യണം. ഡേ ഓഫ് മീറ്റിംഗ് കൂട്ടാനും പാടില്ല. സോ 15th കൂട്ടരുത്, 14th എടുക്കരുത്, 48 hours അല്ല, 2 ദിവസം പുറകോട്ട്. 14th എടുക്കരുത്, 13th എടുക്കരുത്. സോ 12th ഇസ് എ ലാസ്റ്റ് ഡേ ടു ഡെപ്പോസിറ്റ്. സോ 11th ആ പ്രോക്സി ഫോം അവിടെ എത്തിയത്. മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന മെമ്പർ വൈനെ അപ്പോയിന്റ് ചെയ്തു. സോ എപ്പോഴും ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റനിൽ പല ഇൻഫർമേഷൻസ് തരും, പല ഡേറ്റ്സ് തരും. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ കൺഫ്യൂഷൻ ഐ എം ടെല്ലിംഗ്, ഓൾവേസ് ചെക്ക് ഏത് ഡേയിലാണ് മീറ്റിംഗ് നോക്കുക. അതിന് 2 ദിവസം പുറകോട്ടുള്ള ഡേറ്റ് എടുക്കരുത്. സോ 15th ആണ് നമ്മുടെ ക്വസ്റ്റിലെ ഡേ ഓഫ് മീറ്റിംഗ്, 14th എടുക്കരുത്, 13th എടുക്കരുത്. സോ ലാസ്റ്റ് ഡേ ഓഫ് ഡെപ്പോസിറ്റ് എത്താണ്? 12th ആണ്. 12th ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. സോ മിസ്റ്റർ എക്സിന്റെ കേസിൽ 11th ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. സിമിലർലി വേറൊരു മെമ്പർ ഉണ്ട്, ഡബ്ല്യു. 2 സെപ്പറേറ്റ് പ്രോക്സിനെ കൊടുത്തു ടു 2 ഇൻഡിവിജ്വൽസ് നെയിം എം ആൻഡ് എൻ. സോ ഡബ്ല്യു എന്ന് പറയുന്ന മെമ്പർ എമ്മിനെയും എന്നിനെയും 2 പ്രോക്സീസിനെ അപ്പോയിന്റ് ചെയ്തു. ഇൻ ദ കേസ് മിസ്റ്റർ എം, ദ പ്രോക്സി ഡേറ്റഡ് 12/4/2024 was deposited with the company on the same day. 12/4 12/4 തന്നെ ഡെപ്പോസിറ്റ് ചെയ്തു. പ്രോക്സി ഫോം ഇൻ ഫേവർ ഓഫ് എൻ വാസ് ഡെപ്പോസിറ്റഡ് ഓൺ 14/4. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഞാൻ എളുപ്പ മെത്തേഡ് പറഞ്ഞിട്ടില്ലേ, ലാസ്റ്റ് ഡേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡേ ഓഫ് മീറ്റിംഗ് എടുക്കരുത്, പുറകോട്ടുള്ള 2 ദിവസം എടുക്കരുത്. സോ 14/4 ഡിസ്കസ് അപ്പോയിന്റ് ചെയ്തത് ശരിയാണോ? അല്ല, തെറ്റാണ്. ദിസ് ഇസ് റോങ്. ടൈം ഓൾറെഡി കഴിഞ്ഞുപോയി. All the proxies Y, M and N were present before the meeting according to the provisions of Companies Act 2013. Who would be the persons allowed to represent as proxy for members X and W? ഓർക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇവിടുന്ന് തന്നെ എക്സിൻ്റെത്, എക്സ് എന്ന് പറയുന്ന മെമ്പറിന്റെ പ്രോക്സി ഈസ് മിസ്റ്റർ വൈ. ഓൾറെഡി വിതിൻ ദ ടൈം 11/4 ആണ്, വാലിഡ് പ്രോക്സിയാണ്. ഈ ഡബ്ല്യു എന്ന് പറയുന്ന മെമ്പർ എമ്മിനെയും അപ്പോയിന്റ് ചെയ്തു, എന്നിനെയും അപ്പോയിന്റ് ചെയ്തു. ലാസ്റ്റ് ഡേറ്റ് എന്നാണ്? 12/4 ആണ്. സോ മിസ്റ്റർ എം കറക്റ്റ് ഡേറ്റിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. എൻ എപ്പോഴാണ് പോയത്? 14/4. അത് വാലിഡ് പ്രോക്സി അല്ല. സോ എക്സിന്റെ കേസിൽ വൈ എന്ന് പറയുന്ന പ്രോക്സി വാലിഡ് ആണ്. ഡബ്ല്യുവിന്റെ കേസിൽ എം എന്ന് പറയുന്ന പ്രോക്സി, എം ഇസ് വാലിഡ്. എൻ വിതിൻ ദ ടൈം ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. ദിസ് ഇസ് ഹൗ യു ക്യാൻ സേവ് എ ലോട്ട് ഓഫ് ടൈം. അല്ലെ, കുറെ ഡേറ്റ് വരുമ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, a proxy is an instrument in writing executed by a shareholder authorizing another person to attend a meeting and to vote thereat and on his behalf in the absence. Proxy എന്ന് പറയുന്ന ഒരാൾ മെമ്പറിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തപ്പം ഓതറൈസ് ചെയ്തിട്ട് പറയുന്നതാണ്, എനിക്ക് പകരം ഇയാൾ വന്ന് വോട്ട് ചെയ്യും. പ്രോക്സിക്ക് ഷോ ഓഫ് ഹാൻഡ്സ് വഴി വോട്ട് ചെയ്യാൻ പറ്റില്ല, only by poll. As per the provisions of 105, every shareholder who is entitled to attend and vote at a meeting has a right to appoint another person as proxy. എല്ലാ മെമ്പേഴ്സിനും പ്രോക്സിനെ അപ്പോയിന്റ് ചെയ്യാം. Further, the section provides a proxy received 48 hours before the meeting will be valid. 48 hours മുന്നേ തന്നെ റിസീവ് ചെയ്തിരിക്കണം. Further, any provisions in the AOA of the company requiring instrument of proxy to be lodged with the company for more than 48 hours before a meeting shall have an effect as if 48 hours had been specified there. So 48 hours ആണ് നമ്മൾ നോക്കേണ്ടത്. ബാക്കി ഒരു പീരീഡും AOAക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റില്ല.
Thus, in case of member X, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ Y ഒരു വാലിഡ് പ്രോക്സി, കാരണം 15th ആണ് ഡേ ഓഫ് മീറ്റിംഗ്. 15th പുറകോട്ടുള്ള 2 ദിവസം, 15th എടുക്കരുത്, 14th എടുക്കരുത്, 13th എടുക്കരുത്. സോ ലാസ്റ്റ് ഡേറ്റ് ഏതാണ്? 12th ആണ്. Y നെ അപ്പോയിന്റ് ചെയ്തത് 11th ആണ്. സോ എക്സിന്റെ കേസിൽ Y is a valid proxy. However, in case of W, M എന്ന് പറയുന്ന ആള് 12th തന്നെ അപ്പോയിന്റ് ചെയ്തു. സോ 12th was the last day, വാലിഡ് ആണ്. മറ്റേ ആള് 14th വന്നത്. So where a submission of N to represent is less than 48 hours, so N will not be allowed to represent W. So N ന് പറ്റില്ല, M ന് പറ്റും. So Y യും M valid proxy ആണ്. Y യും M valid proxy. ഇങ്ങനത്തെ ക്വസ്റ്റൻ എപ്പോഴും ഭയങ്കര ടൈം സേവിംഗ് ആണ്. 8 മാർക്സിന് വരുന്ന ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് ഷോ ദ കാൽക്കുലേഷൻ ഓൾസോ ഇൻ ദ വർക്കിംഗ് നോട്ട്. എന്തുകൊണ്ടാണ് 48 hours ഇലാപ്സ്ഡ് ആയി? അപ്പൊ ആ കാൽക്കുലേഷൻ കാണിക്കുക. ഡേ ഓഫ് മീറ്റിംഗ് കൂട്ടരുത്, 48 hours പ്രയർ ദ ഡേ ഓഫ് മീറ്റിംഗും കൂട്ടാൻ പാടില്ല. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് നോക്കുക, ആ ലാസ്റ്റ് ഡേറ്റ് അനുസരിച്ച് കമ്പ്യൂട്ട് ചെയ്യുക. സോ എത്ര ഡേറ്റ്സ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിലും യു വിൽ നോട്ട് ഗെറ്റ് കൺഫ്യൂസ്. യൂഷ്വലി ദിസ് കംസ് ആസ് എൻ 8 mark question. Now, let us continue. Write short notes on the following in understanding the definitions while interpreting the statutes. Ambiguous definition, definition subject to a contrary context. So, രണ്ടിന്റെ മീനിങ് എഴുതാൻ വേണ്ടി പറയുന്നതാണ് while interpreting a statute. Ambiguous definition. ഇത് ഞാൻ ഒരു ലൈൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. Sometimes we may find that definition section may itself be ambiguous, and so it may have to be interpreted in the light of the other provisions of the act and having regard to the ordinary meaning of the word defined. So ചില സമയത്ത് ചില ഡെഫിനിഷൻസ് ആംബിഗ്വസ് ആണ് എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ല, കുറച്ച് കൺഫ്യൂഷൻ അതിനകത്തുണ്ട്. സോ നിങ്ങൾ എങ്ങനെയാണ് ഡെഫിനിഷനെ വായിക്കേണ്ടത്? ഇറ്റ് മേ ഹാവ് ടു ബി ഇന്റർപ്രറ്റഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. ഈ വേറെ പ്രൊവിഷൻസിനകത്ത് എങ്ങനെയാണോ ഈ ഡെഫിനിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്, എന്താണ് അവരെങ്ങനെയാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ വേണം നിങ്ങൾ ആ പറയുന്ന ഡെഫിനിഷനെ മനസ്സിലാക്കിയെടുക്കാൻ. സോ ഐ എം റിപ്പീറ്റിംഗ് ഇറ്റ് അഗൈൻ. ചില കേസിൽ ഡെഫിനിഷൻ ക്ലിയർ ആയിരിക്കില്ല, ഇറ്റ്സ് സോ കൺഫ്യൂസിങ്. ഈ പറയുന്ന മീനിങ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണോ, അത് ഇൻക്ലൂഡഡ് അല്ലേ എന്നൊക്കെ ഒരു ഡൗട്ട് വരും. സോ ഫോർ എക്സാമ്പിൾ ലെറ്റ് us take ഇൻകം. പൊതുവെ നമുക്ക് കിട്ടുന്ന എല്ലാ മോണിറ്ററി ബെനിഫിറ്റിനെ നമുക്ക് ഇൻകം എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഗിഫ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടുന്ന പ്രോപ്പർട്ടി, ഇതിനെയൊക്കെ നമുക്ക് ഇൻകം എന്ന് വിളിക്കാൻ പറ്റൂ? സോ ഇറ്റ്സ് ലിറ്റിൽ കൺഫ്യൂസിങ്. അതും നമുക്കൊരു ബെനിഫിറ്റ് ആണ്, ഒരു ടെക്നിക്കലി ഒരു മോണിറ്ററി ബെനിഫിറ്റ് ആയിട്ട് തന്നെ കിട്ടുന്ന ഒരു സംഭവമാണ്. സോ ഇൻകത്തിനകത്ത് അതിനെ കൂട്ടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. സോ എൻറ്റയർ ആക്ടിനകത്ത് എങ്ങനെയാണ് ഇൻകം എന്ന് പറയുന്ന സംഭവത്തിനെ ട്രീറ്റ് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഗിവിംഗ് ആൻ എക്സാമ്പിൾ. സോ അതിനകത്ത് ഗിഫ്റ്റ് ഇൻക്ലൂഡഡ് ആണോ, അതിനകത്ത് ഇൻഹെറിറ്റ് ചെയ്ത് വന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണോ, അല്ലെ ബെനിഫിറ്റ്സ് ഇൻക്ലൂഡഡ് ആണോ, എങ്കിൽ ഇൻകത്തിനകത്ത് നിങ്ങൾക്ക് ആ പറയുന്ന ബെനിഫിറ്റ്സ് വന്നാലും നിങ്ങൾക്ക് ഇൻകം ആയിട്ട് എടുക്കാൻ പറ്റും. സോ ഇൻകം ടെക്നിക്കലി മീൻസ് ഓൾ മോണിറ്ററി ബെനിഫിറ്റ് വിച്ച് ഇസ് റിസീവ്ഡ് ടു ആൻ ഇൻഡിവിജ്വൽ, which an individual gets is basically called an income. പക്ഷെ ഗിഫ്റ്റിനെ ഇൻകം ആയിട്ട് കാണണോ, ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി ഒക്കെ വരാൻ തന്നെ നിങ്ങൾ ഇൻകം ആയിട്ട് കാണണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. സോ അത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എങ്ങനെയാണ് ഇൻകത്തിനെ ട്രീറ്റ് ചെയ്തേക്കുന്നത്, മനസ്സിലാക്കിയേക്കുന്നത്, ഇന്റർപ്രറ്റ് ചെയ്തേക്കുന്നത്, അതേ രീതിയിൽ തന്നെ ഡെഫിനിഷനെ നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുക. Such type of definition is to be read in isolation. It must be read in the context of the phrase which it defines, realizing that the function of a definition is to give accuracy and certainty to a word. ചുമ്മാ അതിനെ ഒരു ലിറ്ററൽ അർത്ഥം എടുക്കരുത്. ഡെഫിനിഷന്റെ ഉദ്ദേശം തന്നെ യു ഹാവ് ടു ഗെറ്റ് ദ ആക്യുറേറ്റ് മീനിങ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സർട്ടനിറ്റി. വാട്ട് ഇസ് ദ ബേസിക് പർപ്പസ് ഓഫ് ഹാവിംഗ് ദിസ് പെർട്ടിക്കുലർ ഡെഫിനിഷൻ, which would otherwise be vague and uncertain, but not to contradict it or depose it altogether. So എന്തെങ്കിലും രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രൊവിഷൻസിനകത്ത് എങ്ങനെയാണോ, ഈ ആക്ടിനകത്ത് എങ്ങനെയാണോ ഈ പറയുന്ന സംഭവത്തിനെ ഉപയോഗിച്ചിരിക്കുന്നത്, ആ കണ്ടെക്സ്റ്റിൽ തന്നെ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. Let us continue. Definition subject to a contrary context. When a word is defined to bear a number of inclusive meanings, കുറേ മീനിങ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. The sense in which the word is used in a particular provision must be ascertained from the context of the scheme of the act, the language of the provision, and the object intended to be served thereby. What is a particular object? Object എന്താന്ന് മനസ്സിലാക്കുക. പല പല മീനിങ് ഉണ്ടെങ്കിലും ആ കണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട് ആ ഡെഫിനേഷനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. What is the object? What is the language of the provision?
എന്താണ് അതിന്റെ പെർട്ടിക്കുലർ കണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക, അതിനനുസരിച്ച് ആ ഡെഫിനേഷനെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ലോട്ട് ഓഫ് തിങ്സ് പറഞ്ഞു. സോ അതിനെ ആ കണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് വാട്ട് ഇസ് ബേസിക്കലി ദ ഒബ്ജക്ട്, എന്താണ് ഈ ആക്ട് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച്, അല്ലെങ്കിൽ വാട്ട് ഇസ് ബേസിക്കലി ദ ഒബ്ജക്ട് മനസ്സിലാക്കിയിട്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ ഡെഫിനേഷൻ. ഓക്കെ, let us continue. State the persons responsible for complying with the provisions regarding maintenance of books of accounts of a company. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. പൊതുവെ ഞാനിത് കാണുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ക്വസ്റ്റൻ കണ്ടിട്ടുണ്ട്. സോ യു ക്യാൻ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ യു ക്യാൻ ആക്ച്വലി റൈറ്റ് ആഫ്റ്റർ ദ സെഷൻ യു ക്യാൻ ആക്ച്വലി ഗോ റീഡ് വൺ മോർ ഏരിയ, ഒത്തന്റിക്കേഷൻ. ആരൊക്കെയാണ് ഒത്തന്റിക്കേറ്റ് ചെയ്യേണ്ടത്, ആ ഒരു ഏരിയയിൽ നിന്ന് കേസ് ബേസ്ഡ് ക്വസ്റ്റൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. സോ ഒത്തന്റിക്കേഷന്റെ ഏരിയയും കൂടെ ഒന്ന് പോയി നോക്കുന്നത് നല്ലതായിരിക്കും. State the persons responsible for complying with the provisions regarding maintenance of books of accounts. ആരൊക്കെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, സപ്പോർട്ട് വിത്ത് ദ റെലവന്റ് പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013. ആരൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? മാനേജിംഗ് ഡയറക്ടർ, whole time director, chief financial officer or any other person of a company charged by the board with the duty of complying with the provisions of section 128. Books of accounts maintain ചെയ്യുന്നത് recollect ചെയ്തേ. MD maintain ചെയ്യുക, CFO maintain ചെയ്യുക, whole time director maintain ചെയ്യുക, WTD maintain ചെയ്യുക, or any other person who has been charged by the board. Board പറഞ്ഞിട്ടുണ്ട് you also have to maintain the books of accounts. അവരും books of accounts maintain ചെയ്യുക. ഇതിന്റെ കൂടെ authentication of FS അതും കൂടെ പോയി നോക്കിക്കോണം. റിപ്പീറ്റഡ് ആയിട്ട് കേസ് ബേസ്ഡ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്. The MD, WTD, CFO or any other person of a company charged by the board with the duty of complying the provisions of section 128. മറക്കരുത്, 128-നകത്തും 129-നും ഈ രണ്ട് ഏരിയ കേസ് ബേസ്ഡ് ക്വസ്റ്റൻസ് നോക്കിക്കോണം. Next, define the term small LLP as per the provisions of LLP Act. ഇതും ഒരു പുതിയതായിട്ട് ആഡ് ചെയ്ത ഒരു ഏരിയ ആയിരുന്നു സ്മോൾ LLP. അപ്പൊ അതുകൊണ്ട് ഡയറക്ട് ക്വസ്റ്റൻ ഓർ ഇൻഡയറക്ട് ക്വസ്റ്റൻ നമ്മുടെ സ്മോൾ കമ്പനീസ് ആക്ടിൽ ചോദിക്കുന്ന പോലെ തന്നെ കേസ് ബേസ്ഡ് ആയിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. സ്മോൾ LLP 2 clause 1 clause TA of the Limited Liability Partnership Act പ്രകാരം the contribution, ഇവിടെ നമ്മൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയില്ല, മൈന്യൂട്ടസ് മിസ്റ്റേക്ക് അല്ല, മൈന്യൂട്ടസ് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയരുത്, കോൺട്രിബ്യൂഷൻ. സോ കോൺട്രിബ്യൂഷൻ which does not exceed 25 lakh rupees. എത്രയിൽ കൂടാൻ പാടില്ല? 25 lakhil കൂടാൻ പാടില്ല. or such other higher amount. സ്റ്റുഡൻസിന് എപ്പോഴും വരുന്ന ഡൗട്ടാ, ഇവിടെ ഞാൻ ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ 25 lakh ആണോ നോക്കേണ്ടത്, 5 crore ആണോ നോക്കേണ്ടത്? എടാ, ഇപ്പോൾ 25 lakh ആണ് ലിമിറ്റ്. ഈ 25 lakh എന്നുള്ളത് സച്ച് അതർ ഹയർ എമൗണ്ട്, ഭാവിയിൽ 25 lakh കൂട്ടി എവിടം വരെ പോകാം? 5 CR വരെ പോകാം എന്നാണ് ആ 5 CR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പത്തെ ലിമിറ്റ് 5 CR അല്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് തെറ്റിക്കാൻ വേണ്ടി എന്ത് പറയും? കോൺട്രിബ്യൂഷൻ വാസ് 45 lakhs. അപ്പൊ നിങ്ങൾ ഓർക്കോ 5 CR വരെ പോവാമല്ലോ. എടാ, ഇപ്പൊ 5 CR എന്നല്ല, ഭാവിയിൽ 5 CR വരെ ആക്കാം. സോ ഇപ്പത്തെ ലിമിറ്റ് എത്രയാണ്? 25 lakh. സോ കോൺട്രിബ്യൂഷൻ എത്രയിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല? 25 lakh or such other higher amount not exceeding 5 crore as may be prescribed. 25 lakh എന്നുള്ളത് ഭാവിയിൽ കൂട്ടിയിട്ട് 5 crore വരെ ആക്കാം. സോ ഇപ്പൊ കോൺട്രിബ്യൂഷൻ എത്രയിൽ എക്സീഡ് ചെയ്യരുത്? 25 എക്സീഡ് ചെയ്യരുത്. കണ്ടീഷൻ ഓർ അല്ല, കണ്ടീഷൻ ആൻഡ് ആണ്. സെക്കൻഡ് കണ്ടീഷനും കൂടെ കംപ്ലൈ ചെയ്യണം. ടേൺ ഓവർ LLPയുടെ എത്രയിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല? സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി പ്രകാരം 40 lakhൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇപ്പത്തെ ലിമിറ്റ് 40 lakh or such other higher amount. ഭാവിയിൽ 40 lakh എന്നുള്ളത് എത്ര വരെ കൂട്ടിപ്പോകാം? 50 crore വരെ ആകാം. സോ ഇപ്പത്തെ ലിമിറ്റ് എത്രയേ ഉള്ളൂ? 25 lakh rupeesഉം 40 lakh rupeesഉം. 25 എന്നുള്ളത് 5 CR ആക്കാം, 40 എന്നുള്ളത് 50 CR ആക്കാം. സോ ഇപ്പത്തെ ലിമിറ്റിൽ എത്രയിൽ കോൺട്രിബ്യൂഷൻ? 25 lakhൽ കൂടരുത്, ടേൺ ഓവർ 40 lakhൽ കൂടരുത്. വിച്ച് മീൻസ് സച്ച് അതർ റിക്വയർമെന്റ് ആസ് മേ ബി പ്രിസ്ക്രൈബ് ആൻഡ് ഫുൾഫിൽ സച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ ആസ് മേ ബി പ്രിസ്ക്രൈബ്. വേറെ എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രിസ്ക്രൈബ് ചെയ്താൽ അതും കൂടെ കംപ്ലൈ ചെയ്യുന്ന ഒരു LLPനെ സ്മോൾ LLP എന്ന് വിളിക്കാം. റിപ്പീറ്റിംഗ്, ഓർത്തോണം, 25 lakh 40 lakh. കോൺട്രിബ്യൂഷൻ 25 lakhൽ എക്സീഡ് ചെയ്യരുത്, ടേൺ ഓവർ 40 lakhൽ എക്സീഡ് ചെയ്യരുത്. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങളെ സ്മോൾ LLP എന്ന് വിളിക്കൂ. ഇത് കേസ് ബേസ്ഡ് വരുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നറിയോ, നിങ്ങൾ തെറ്റിക്കാൻ പോകുന്ന രണ്ട് ഭാഗം ഞാൻ പറയാം. 25 അല്ലെങ്കിൽ 40യേക്കാളും ഒരു ലിമിറ്റ് കൂടുതൽ തരും, പക്ഷെ ആ ഹയർ ലിമിറ്റ് ഇല്ലേ അവിടെ എഴുതി വെച്ചേക്കുന്നത്, അതിനേക്കാളും താഴ്ന്നുള്ള ലിമിറ്റ് ആയിരിക്കും. ഇപ്പൊ കുട്ടികൾ വിചാരിക്കും വിതിൻ ദ ലിമിറ്റ് തന്നെ ആണല്ലോ. ഇല്ലെങ്കിൽ അവർ തെറ്റിക്കാൻ പോകുന്നത് ഇത് രണ്ടെണ്ണത്തിൽ കണ്ടീഷൻ ആൻഡ് ആണ്. രണ്ട് കണ്ടീഷനും വേണം. ചിലപ്പോൾ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, മറ്റേ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അപ്പൊ തന്നെ നിങ്ങൾ പറയും യെസ് സ്മോൾ LLP ആണല്ലോ. ബോത്ത് കണ്ടീഷൻ മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. കോൺട്രിബ്യൂഷനും വിതിൻ ദ ലിമിറ്റ് ആയിരിക്കണം, ടേൺ ഓവറും വിതിൻ ദ ലിമിറ്റ് ആയിരിക്കണം. ഓക്കെ.
Let us continue. What are the differences between interpretation and construction in the legal context, and how do these concepts relate to each other as per interpretation of the statute? ശരിക്കും പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഇന്റർപ്രിട്ടേഷൻ കൺസ്ട്രക്ഷൻ നമ്മൾ അങ്ങനെ മാറി മാറി ഒന്നും പറയാറില്ല, രണ്ടിനും ഒരേ മീനിങ് തന്നെയാണ്. പക്ഷെ തിയറിറ്റിക്കലി സ്പീക്കിംഗ് രണ്ടിനെയും രണ്ടായിട്ടാണ് കാണുക. അതായത് ഇപ്പം ലോയ്ക്കകത്ത് ഉപയോഗിച്ചേക്കുന്ന വാക്കുകൾ ക്ലിയർ ആണ്, പ്ലെയിൻ ആണ്, ബുദ്ധിമുട്ടൊന്നുമില്ല മനസ്സിലാക്കാൻ. Then we basically use interpretation. It's very easy to interpret. It's very easy to understand. കാരണം ഉപയോഗിച്ചേക്കുന്ന വാക്കുകൾ ഭയങ്കര ക്ലിയർ ആണ്, ആംബിഗ്വസ് അല്ല, ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള മീനിങ് ആണ്. ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് ദർ ഇസ് എനി കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ, then basically court will go for construction. Construction അവിടെ ഉപയോഗിക്കും, കുറച്ചും കൂടെ ബ്രോഡർ രീതിയിൽ മനസ്സിലാക്കാൻ, ഇംപ്ലൈഡ് മീനിങ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. And that is basically what you call construction. So പ്രാക്ടീസിൽ നമ്മൾ ഇന്റർപ്രിട്ടേഷൻ കൺസ്ട്രക്ഷൻ നമ്മൾ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യും. But when it comes to the theoretical part, when the meaning is plain, when there is no ambiguity, it is very easy, very clear to understand. It's very easy to interpret. But at the same time, you want to understand it in a broader sense. You want to understand the implied meaning of what is written there. കുറച്ചും കൂടെ implied നമുക്ക് അത്ര ക്ലിയർ ആവശ്യം നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അപ്പൊ ബേസിക്കലി കോഡ് യൂസ് കൺസ്ട്രക്ഷൻ. The two terms interpretation and constructions are used interchangeably to denote a process adopted by the court to ascertain the meaning of the legislation. ലോയുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർപ്രിട്ടേഷനും കൺസ്ട്രക്ഷനും ഉപയോഗിക്കുക. Interpretation is the art of ascertaining the meaning of words and the true sense in which the author intended that they should be understood. True sense മനസ്സിലാക്കുക, meaning of the words മനസ്സിലാക്കുക. Keyword എന്തൊക്കെയാണ്, meaning of the words, true sense മനസ്സിലാക്കുക. There. Thus, where the court adheres to the plain meaning, so plain meaning ആണ് used by the legislature, it would be the interpretation of the words. Meaning of the word is not plain. Court has to decide whether the word meaning was meant to cover the situations before the court. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് എഴുതാൻ, in order to understand it in a broader sense or in order to understand the implied meaning, construction might be used. Here the court would be resorting to construction. സിമ്പിൾ ലാംഗ്വേജ് കൊടുത്തുവെച്ചാൽ മതി, രണ്ടും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യും. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ട്രൂ സെൻസിൽ അതിന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. when the meaning is plain, when there is no ambiguity, the court uses interpretation. But when the meaning is not plain, where there is ambiguity, the court resorts to the construction. In practice, construction includes interpretation and the terms are used interpretation construction and they are used frequently used synonymally. മാറി മാറി നമ്മളത് ഉപയോഗിക്കും, അല്ലെങ്കിൽ സെയിം മീനിങ് ആയിട്ട് തന്നെയാണ് പ്രാക്ടീസിൽ അതിനെ കാണുന്നത്. ഈസി അല്ലേ? ഇതുപോലെ കറക്റ്റ് ആയിട്ട് എഴുതുന്നത് ജസ്റ്റ് റൈറ്റ് 2 ഡിഫറെന്റ് പാരഗ്രാഫ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലേ, പ്ലെയിൻ മറ്റേ നോ ആംബിഗ്വിറ്റി, അതായത് ambiguity illa ennundengil you can go for court will always prefer for interpretation. But when the meaning is not plain, you have to understand the broader sense, understand the implied meaning. When there is ambiguity, the court shall resort to the construction part. പക്ഷെ പ്രാക്ടീസിൽ നമ്മൾ മാറി ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യും, സിനോണിമസ് ആയിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. Going to the next one. Kedar Limited, an unlisted company registered in the state of Haryana with 100 shareholders, wants to organize an annual general meeting of the company for the financial year 2023-24 as under. The meeting shall be held on 28th September 2024, which happens to be at Rakshanda, declared as holiday by the Haryana government. എനിക്ക് തോന്നുന്നു declared as a holiday by the Haryana government. Question on the full. The venue for the meeting shall be Lonavala, a hill resort in Maharashtra. Okay, it is not conducted in the unlisted company. It is not conducted in the registered office. Okay, out of 100 shareholders, 98 have given their consent in writing for conducting the meeting in Lonavala. Advise the company on feasibility of above with reference to the provisions of Companies Act 2013. അപ്പോൾ ഇവിടെ ഒരു അൺലിസ്റ്റഡ് കമ്പനിക്ക് ഒരു പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ രജിസ്റ്റേർഡ് ഓഫീസിലല്ല കണ്ടക്ട് ചെയ്യുന്നത്, വിതിൻ ദ സെയിം സിറ്റി, ടൗൺ ഓർ വില്ലേജ് where registered office of the company is situated, അവിടെയുമല്ല കണ്ടക്ട് ചെയ്യുന്നത്. you are conducting it somewhere else. അതായത് so basically unlisted company can conduct the general meeting anywhere in India എന്നാണ്. രജിസ്റ്റേർഡ് ഓഫീസ് ഉള്ള സ്ഥലത്ത് മാത്രമല്ല, അല്ലെങ്കിൽ വിതിൻ ദ സെയിം സിറ്റി, ടൗൺ ഓർ വില്ലേജ് ഓഫ് ദ രജിസ്റ്റേർഡ് ഓഫീസ് അല്ല, can conduct anywhere in India provided that
ഓൾ മെമ്പേഴ്സ്, മെജോറിറ്റി എന്നല്ല ഞാൻ ഉപയോഗിച്ചത്, ഓൾ മെമ്പേഴ്സ്, ആ മീറ്റിംഗിൽ വരാൻ പോകുന്ന എല്ലാ മെമ്പേഴ്സും ഇൻ റൈറ്റിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡ് വഴി കൺസെന്റ് തന്നിട്ട് പറയണം ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. അതായത് എനിവേർ ഇൻ ഇന്ത്യ വേറെ അതർ ദൻ രജിസ്റ്റേർഡ് ഓഫീസ് ഞങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. മെജോറിറ്റി അല്ല, ഓൾ. ഇവിടെ 100-ൽ 98 സമ്മതിച്ചിട്ടുള്ളൂ. സോ അവർക്ക് ലോനാവലയിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റോ? ഇല്ല. അൺലിസ്റ്റഡ് കമ്പനിക്ക് പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട് എനിവേർ ഇൻ ഇന്ത്യ കണ്ടക്ട് ചെയ്യാൻ. ഇവിടെ 100/100 സമ്മതിച്ചിരുന്നു എങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. 100-ൽ 98 സമ്മതിച്ചിട്ടുള്ളൂ, 2 ആൾക്കാർ സമ്മതിച്ചിട്ടില്ല. സോ എക്സാമിന് അത് മെജോറിറ്റി എന്ന് ചിന്തിക്കരുത്. ഓൾ മെമ്പേഴ്സ് അൺലിസ്റ്റഡ് കമ്പനിക്ക് ജനറൽ മീറ്റിംഗ് എനിവേർ ഇൻ ഇന്ത്യ കണ്ടക്ട് ചെയ്യാം. പക്ഷെ ഓൾ മെമ്പേഴ്സ് എഗ്രി ചെയ്യണം, ഐദർ ഇൻ റൈറ്റിംഗ് ഓർ ഇലക്ട്രോണിക് മോഡ്. Continue. Section 96 of the Companies Act 2013 that every AGM shall be called on any day that is not a national holiday. ഞാൻ അത് പെട്ടെന്ന് നേരത്തെ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് അവര് നാഷണൽ ഹോളിഡേ പബ്ലിക് ഹോളിഡേനെ കൺഫ്യൂസ് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ് ഞാൻ ഓർത്തത്. അല്ല, നാഷണൽ ഹോളിഡേ കണ്ടക്ട് ചെയ്തതെന്നേ പറയുന്നുള്ളൂ, പബ്ലിക് ഹോളിഡേ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആക്ച്വലി ഐ തോട്ട് ദാറ്റ് ഇസ് വാട്ട് ദേ ഗോയിങ് ടു ആസ്ക്. ഷാൽ ബി കോൾഡ് ഓൺ എനി ഡേ that is not a national holiday and shall be held either at the registered office of the company or some other place within the same city, town or village in which the registered office of the company is situated. പൊതുവെ സെക്ഷൻ 96 പറയുന്നത് നാഷണൽ ഹോളിഡേ കണ്ടക്ട് ചെയ്യരുത് ഒന്നെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസിലോ അല്ലെങ്കിൽ വിതിൻ ദ സെയിം സിറ്റി, ടൗൺ ഓർ വില്ലേജ് വേർ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി സിറ്റുവേറ്റഡ്, അവിടെ നിങ്ങൾക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. ഹൗവെവർ ഒരു എക്സ്ട്രാ പ്രിവിലേജ് അൺലിസ്റ്റഡ് കമ്പനിക്ക് കൊടുത്തിട്ട് പറയാണ് AGM of an unlisted company may be held at any place in India. Consent is given in writing by electronic means by all the members in advance. നാഷണൽ ഹോളിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യുന്ന മാത്രമാണ് നാഷണൽ ഹോളിഡേ. ഇതൊരു പബ്ലിക് ഹോളിഡേ, സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തേക്കുന്ന ഒരു പബ്ലിക് ഹോളിഡേ ആണ്. കേദാർ ലിമിറ്റഡ് ഒരു അൺലിസ്റ്റഡ് കമ്പനിയാണ്. അവര് നാഷണൽ ഹോളിഡേ അല്ല കണ്ടക്ട് ചെയ്യുന്നത്, അത് പ്രശ്നമൊന്നുമില്ലായിരുന്നു. കേദാർ ലിമിറ്റഡ് കനോട്ട് ഹോൾഡ് ഇറ്റ്സ് AGM ഓൺ ലോനാവല. അതായത് ആ ഹോളിഡേ അല്ല അവിടെ പ്രശ്നം വന്നത്. Because a consent for this has to be given by all the members in advance. Here only 98 members out of 100 has given their consent for conducting the meeting in Lonavala. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ശരിക്കും പറഞ്ഞ ഒരു ക്വസ്റ്റനോട് അവർക്ക് ക്ലബ് ചെയ്ത് ചോദിക്കാമായിരുന്നു, അല്ലെ അവർ ചോദിച്ചേക്കാം. ചിലപ്പോൾ ഇവര് ചോദിക്കും നാഷണൽ ഹോളിഡേ അല്ല ഈ ഒരു പബ്ലിക് ഹോളിഡേ കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? എടാ, പബ്ലിക് ഹോളിഡേ കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. നാഷണൽ ഹോളിഡേ കണ്ടക്ട് ചെയ്യരുത്. Jan 26 കണ്ടക്ട് ചെയ്യരുത്, August 15 കണ്ടക്ട് ചെയ്യരുത്, October 2 കണ്ടക്ട് ചെയ്യരുത്. സെൻട്രൽ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു ഹോളിഡേനെ എമർജൻസി ആയിട്ട് നാഷണൽ ഹോളിഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തു, ആ കേസിൽ നിങ്ങൾ കണ്ടക്ട് ചെയ്യരുത്. അല്ലാതെ വരുന്ന പബ്ലിക് ഹോളിഡേസിനൊക്കെ നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ആക്ച്വലി അതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടില്ല, ബട്ട് ദേ ക്യാൻ ആസ്ക്. സോ ഐ എം ഗിവിംഗ് യു എ ടിപ്പ്. ഈ ക്വസ്റ്റിന്റെ കൂടെ തന്നെ പറയുകയാണ്, ഇവർ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ അൺലിസ്റ്റഡ് കമ്പനി ആയതുകൊണ്ട് അവർ 100-ൽ 98 ആൾക്കാർ സമ്മതിച്ചു, ഇത് വാലിഡ് ആണോ? അല്ല, ദാറ്റ് ഇസ് നോട്ട് വാലിഡ്. 100-ൽ 100 ആൾക്കാർ സമ്മതിച്ചാൽ മാത്രമേ എനിവേർ ഇൻ ഇന്ത്യ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഗുഡ് ക്വസ്റ്റ്യൻ. Going for the next one. Farm Limited is engaged in the business of manufacturing shoes for kids. It is required to hold its annual general meeting for the financial year ending 31st March 2024 by 30th September 2024. So Farm Limited എന്ന് പറഞ്ഞൊരു കമ്പനി ഷൂസ് മാനുഫാക്ചർ ചെയ്യാണ്. അതിന്റെ AGM ഹോൾഡ് ചെയ്യണം. 31st March 2024 ഫിനാൻഷ്യൽ ഇയർ കഴിയുന്നത്. 30th സെപ്റ്റംബറിനുള്ളിൽ ഹോൾഡ് ചെയ്യണം. ഹൗവെവർ ഇന്റേണൽ ഡിസ്പ്യൂട്ട്സ് ഡയറക്ടേഴ്സിന് ഇടയ്ക്ക് ഉണ്ടായതുകൊണ്ട് കമ്പനി വാസ് ഏബിൾ ടു കൺവീൻ ദ AGM ബൈ ദ ഡ്യൂ ഡേറ്റിനുള്ളിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. എക്സ്പ്ലെയിൻ ദ റെലവന്റ് പോർഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013 വിത്ത് റെസ്പെക്ട് ടു ദ ഫയലിംഗ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ദ രജിസ്ട്രാർ ഇൻ ദിസ് കേസ്. സോ അതായത് അവർ ചോദിക്കുന്നത് നിങ്ങളുടെ AGM കണ്ടക്ട് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ FS ഫയൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ? നിങ്ങളുടെ AGM നടന്നാലും AGM നടന്നില്ലെങ്കിലും നിങ്ങൾ എന്ത് ഫയൽ ചെയ്തിരിക്കണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫയൽ ചെയ്തിരിക്കണം. ആസ് പെർ സെക്ഷൻ 137 of the Companies Act, where the AGM of a company for any financial year has not been held, the financial statement along with the documents required to be attached, duly signed with the statement of facts and reasons for not holding the AGM, shall be filed with the ROC within 30 days of the last date before which the AGM should have been held, with such fees or additional fees as may be prescribed. So ഒരിക്കലും വിചാരിക്കരുത് AGM നടക്കാത്തത് കൊണ്ട് FS ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. നോ, AGM നടന്നാലും AGM നടന്നില്ലെങ്കിലും എന്നായിരുന്നു AGM നടക്കേണ്ടിയിരുന്ന ലാസ്റ്റ് ഡേറ്റ്, അന്ന് തൊട്ട് 30 ഡേയ്സിനുള്ളിൽ നോർമൽ ഫീസ് ആണെങ്കിൽ നോർമൽ ഫീസ്, കുറച്ച് ഡിലേഡ് ആയിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ഫീസ്, അതിനനുസരിച്ച് നിങ്ങൾ ഫയൽ ചെയ്തിരിക്കണം. അതുപോലെ പാറൂസി നിങ്ങളോട് ചോദിക്കും വൈ AGM വാസ് നോട്ട് ഹെൽഡ്, അതിന് റീസൺസ് നിങ്ങൾ
പറഞ്ഞിരിക്കണം. അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ് ആയിട്ട് ഇവിടെ എഴുതാം. സോ ഞാൻ വീണ്ടും പറയാം, AGM നടന്നാലും AGM നടന്നില്ലെങ്കിലും AGM എന്നായിരുന്നോ നടക്കേണ്ടിയിരുന്നത്, ദ AGM ഷുഡ് ഹാവ് ബീൻ ഹെൽഡ്, ആ ഡേറ്റിൽ വിതിൻ എ പീരീഡ് ഓഫ് 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾ ആർക്ക് ഫയൽ ചെയ്യുക, ROCക്ക് ഫയൽ ചെയ്യുക. അപ്പൊ ROC നിങ്ങളോട് ചോദിക്കും, പ്രൊവൈഡഡ് ദാറ്റ് ദ റീസൺസ് ഫോർ നോട്ട് holding the AGM shall also be intimated by the company to the ROC. So company ROCനെ അറിയിക്കണം the reasons for not holding the AGM. സോ ലേറ്റ് ആയിട്ടാണെങ്കിൽ അഡീഷണൽ ഫീസും കൂടെ വരും. FS ഫയൽ ചെയ്യുമ്പോൾ കുറച്ച് ഡിലേഡ് ആയിട്ടാണ് FS ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ല നോർമൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നോർമൽ ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇതും ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ്. ഇതിന്റെ കൂടെ വേറെ ക്വസ്റ്റൻ അവർ ചോദിക്കുന്ന ടിപ്പ് ഞാൻ പറയാം. ആനുവൽ റിട്ടേണിന്റെ ബേസിലും ക്വസ്റ്റൻ ചോദിക്കാറുണ്ട്. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, AGM നടന്നാലും നടന്നില്ല ആ ഒരു ബേസിസിൽ. ഇതുപോലെ തന്നെ ആനുവൽ റിട്ടേണിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റൻ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. Going to the next one, ABC Limited operates a factory situated near a river. As per a recent Central Act, factories must be located at least 5 kilometers away from any river. പുതിയ ആക്ട് പ്രകാരം 5 kilometers away മാത്രമേ നിങ്ങൾ ഒരു ഫാക്ടറി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. A dispute arises when an environmental agency claims that ABC Limited factory is only 4.5 kilometers away from the river, while ABC Limited contends that the distance is 5.3 kilometers as per the road distance measured along the winding path leading to the winding path leading to the river. Based on the provisions of the General Clause Act, advise whether the contention of ABC Limited is correct. നമ്മൾ സ്ട്രേറ്റ് ലൈൻ ഓൺ എ ഹൊറിസോണ്ടൽ ബേസിസിലാണ് പൊതുവേ നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത്. ആ പ്രൊവിഷൻ ആണ് ഇവിടെ എഴുതേണ്ടത്. വെരി സിമ്പിൾ, 1-2 ലൈൻ പ്രൊവിഷൻ ഉള്ളി. According to Section 11 of the General Clause Act, in the measurement of any distance for the purpose of the Central Act or regulation, unless a different intention appears, it has to be measured on a straight line on a horizontal basis. ഇങ്ങനെ വേണം നിങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടി. Straight line on a horizontal basis. Just one line. In this case, the distance between ABC Limited's factory and the river must be measured on a straight line on a horizontal plane and not based on the road path or the path distance. Environmental agencies claim that 4.5 kilometer മാത്രമേ away ആയിട്ടുള്ളൂ is correct since the measurement is less than the required 5 kilometers. The factory does not comply with the law. ABC Limited's contention is not correct. Distance measure ചെയ്യുന്നത് path distanceന്റെ ബേസിസിലല്ല, അതിനൊരു ജനറിക് ആയിട്ട് ഒരു മീനിങ് കൊടുത്തിട്ട് പറയാണ് സ്ട്രേറ്റ് ലൈൻ ഓൺ എ ഹൊറിസോണ്ടൽ ബേസിസ് വേണം നിങ്ങൾ ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ വേണം നിങ്ങൾ മെഷർ ചെയ്യാനായിട്ട്. അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ 4.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അവർ പറയുന്ന ഡിഫറൻസ് ഷുഡ് ബി 5 കിലോമീറ്റേഴ്സ് എന്നാണ്. സോ ഈ പറയുന്ന കമ്പനിയുടെ കണ്ടൻഷൻ ശരിയാണോ ശരിയല്ല. വെരി ഈസി പ്രൊവിഷൻ ഫ്രം ദി ജനറൽ ക്ലോസ് ആക്ട്. Going to the next one, Mr. H acquired a property from PQR Limited which was mortgaged to ABC Bank. സോ ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്തു എച്ച്, PQR ലിമിറ്റഡിൽ നിന്നാണ് അക്വയർ ചെയ്തത്. അത് മോർഗേജ്ഡ് ആയിരുന്നു ABC ബാങ്കിന്റെ അടുത്ത്. ഹി സെറ്റിൽ ദ ഡ്യൂസ് ടു ABC ബാങ്ക് ഇൻ ഫുൾ ആൻഡ് ദ സെയിം വാസ് രജിസ്റ്റേർഡ് വിത്ത് ദ സബ് രജിസ്ട്രാർ who noted that the mortgage has been settled. So mortgage settled on already noted ആയിരുന്നു. But neither the company nor ABC Bank filed particulars of satisfaction of charge with the jurisdictional ROC. So jurisdictional ROCയുടെ അടുത്തത് ഇന്റിമേറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി മറന്നുപോയി, ബാങ്ക് മറന്നുപോയി. Can Mr. H approach a registrar and seek any relief in this regard? എന്തെങ്കിലും റിലീഫ് കിട്ടുമോ എച്ച് എന്ന് പറയുന്ന ആൾക്ക് discuss this matter in the light of the provisions of Companies Act 2013. Section 83 of the Companies Act 2013 പറയുന്നത് രജിസ്ട്രാറിന് ഒരു പവർ കൊടുത്തിട്ട് പറയാണ്, രജിസ്ട്രാർ ക്യാൻ മേക്ക് എൻട്രീസ് വിത്ത് റെസ്പെക്ട് ടു ദ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് റിലീസ് ഓഫ് ചാർജ് even if there is no intimation has been received by it from the company. കമ്പനി ഒരു ഇന്റിമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ROCക്ക് എൻട്രീസ് ഇടാൻ വേണ്ടി പറ്റും. സോ വിത്ത് റെസ്പെക്ട് ടു ദ any registered charge, if an evidence is shown to the satisfaction or register that the debt secured by the charge has been paid or satisfied in full or in part, then he may enter the register of charges a memorandum of satisfaction that the debt has been satisfied in whole or in part, the part of the property or undertaking has been released from the charge. ആ പറയുന്ന രജിസ്ട്രാറിന്റെ അടുത്ത് സഫീഷ്യന്റ് എവിഡൻസ് കാണിച്ചാൽ മാത്രം മതി. അതായത് ഞങ്ങൾ സാറ്റിസ്ഫാക്ഷൻ നടത്തിയിട്ടുണ്ട്, ഒന്നെങ്കിൽ പാർട്ടായിട്ടോ ഫുൾ ആയിട്ടോ കൊടുക്കാനുള്ള പൈസ എല്ലാം ഞങ്ങൾ കൊടുത്തു തീർത്തു എന്ന് ROC സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ROC അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. ദിസ് പവർ ക്യാൻ ബി എക്സൈസ് ബൈ ദ രജിസ്ട്രാർ
despite the fact that no intimation has been received from the company. കമ്പനി ഒരു ഇന്റിമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും രജിസ്ട്രാറിന് ഇത് എക്സസൈസ് ചെയ്യാം. ROC ഇത് ആരെ മറ്റേ അറിയിക്കണം? എഫക്റ്റഡ് പാർട്ടീസിന് വിതിൻ എ പീരീഡ് ഓഫ് 30 days. ഇങ്ങനത്തെയൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ROC ഇങ്ങനെയൊക്കെ എൻട്രീസ് ഇട്ടിട്ടുള്ള കാര്യം ROC എഫക്റ്റഡ് പാർട്ടീസിനെ അറിയിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് ROC എന്ത് ഇഷ്യൂ ചെയ്യും? ഒരു മെമ്മോറാൻഡം ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇഷ്യൂ ചെയ്യും ഇൻ ഫോം നമ്പർ CHT5. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം Hന് ആരെ അപ്രോച്ച് ചെയ്യാം? ROCനെ അപ്രോച്ച് ചെയ്യാം. എവിഡൻസ് കാണിക്കുക, സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നടത്തി, കൊടുത്തു തീർക്കാനുള്ള പൈസ എല്ലാം കൊടുത്തു തീർത്തു, സെറ്റിൽ ചെയ്തു എന്നുള്ള എവിഡൻസ് കാണിക്കുക. ആൻഡ് റിക്വസ്റ്റ് ദ രജിസ്ട്രാർ ടു എൻ്റർ എ മെമ്മോറാൻഡം ഓഫ് സാറ്റിസ്ഫാക്ഷൻ നോട്ടിംഗ് ദ റിലീസ് ഓഫ് ചാർജ്. ചാർജ് റിലീസ് ചെയ്ത് കൊടുത്തു, ആ പ്രോപ്പർട്ടി റിലീസ് ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവം ROCക്ക് ചെയ്യാം. എന്നിട്ട് എഫക്റ്റഡ് പാർട്ടീസിനെ ROC വിതിൻ എ പീരീഡ് ഓഫ് 30 days അറിയിച്ചാൽ മാത്രം മതി. ദിസ് ഇസ് എ പവർ വിച്ച് ഇസ് ഗിവൺ ടു ദി ROC അണ്ടർ സെക്ഷൻ 83 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. ഈ പറയുന്ന ക്വസ്റ്റിന് ഒരു ഓർ ക്വസ്റ്റിനോട് കൊടുത്തിട്ടുണ്ട് MTPക്കകത്ത്. Mr. Prakash purchased a commercial property in Mumbai belonging to PQR Limited after entering into an agreement with the company. Mr. Prakash ഒരു commercial property PQR Limited belong ചെയ്യുന്നത് purchase ചെയ്തു. Property in Mumbai belonging to PQR Limited. PQR Limited belong ചെയ്യുന്ന property മേടിച്ചു. At the time of registration, Mr. Prakash came to know that the title deed of the company was not free and the company expressed its inability to get the title deed transferred in the Prakash name. Title deed free അല്ല എന്ന് പറഞ്ഞാൽ ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ടൈറ്റിൽ ഡീഡ് ആയിരുന്നു. അപ്പൊ പ്രകാശിനെ പേരിലോട്ട് മാറ്റാൻ വേണ്ടി പറ്റില്ല. That he ought to have knowledge of the charge created on the property of the company. നിങ്ങൾ അറിയണമായിരുന്നു എന്നാണ് അവരുണ്ടാക്കിയ കണ്ടൻഷൻ. In the light of the provisions of Companies Act 2013, advise whether the contention of PQR Limited is correct. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കണം. കാരണം ഒരു ചാർജ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ പബ്ലിക്കിന് ഒരു നോട്ടീസ് കിട്ടുവാണ്. അതായത് നിങ്ങൾ MCAയുടെ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ ഒരു കമ്പനി എന്തിന്റെയൊക്കെ മുകളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ പ്രോപ്പർട്ടിന്റെ മുകളിൽ, ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, മൂവബിൾ, ഇമ്മൂവബിൾ, ഏതൊക്കെ പ്രോപ്പർട്ടിന്റെ മുകളിൽ ചെയ്തിട്ടുണ്ടോ, എന്നാണ് ചാർജ് ക്രിയേറ്റ് ചെയ്തത്, മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടോ, സാറ്റിസ്ഫാക്ഷൻ നടത്തിയിട്ടുണ്ടോ, എവറി ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ആസ് എ പബ്ലിക് ഡോക്യുമെന്റ് ഇൻ ദ MCS വെബ്സൈറ്റ്. അതായത് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. സോ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി എക്വയർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് എ പബ്ലിക് ഡോക്യുമെന്റ് ഓൺലി. അപ്പൊ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം തന്നെ ചെയ്യാൻ. സോ സെക്ഷൻ 80 പ്രകാരം ശരിയാണ്. According to section 80 of the Companies Act, where any charge on any property or assets of a company is registered under section 77, any person acquiring such property or assets shall be deemed to have notice of the charge. നിങ്ങൾക്ക് നോട്ടീസ് ഉണ്ടായിരുന്നു എന്ന് അവർ പ്രിസ്യൂം ചെയ്യും. സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞാൽ സെക്ഷൻ 80 പ്രകാരം നിങ്ങൾ ഏതെങ്കിലും പ്രോപ്പർട്ടിയോ അസറ്റ്സോ അണ്ടർടേക്കിങ്ങോ നിങ്ങൾ അക്വയർ ചെയ്യുവാണ്, ഓൾറെഡി അതിന്റെ മുകളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അവൈലബിൾ. ദ ഇൻഫർമേഷൻ ഇസ് അവൈലബിൾ വിത്ത് ദി ROC. എന്നാൽ MCAയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റും, അറിയാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്കത് അറിയാം എന്നൊരു പ്രിസംഷൻ ഓപ്പോസിറ്റ് പാർട്ടിക്ക് എടുക്കാം. The section 80 clarifies that if any person acquires a property, asset or undertaking in respect of which a charge is already registered, it would have been deemed that he has a complete knowledge of charge. അയാൾക്ക് അറിയാം എന്ന ലോ ഒരു പ്രിസംഷൻ എടുക്കും. Mr. Prakash therefore ought to have been careful while purchasing a property and should have verified beforehand that PQR Limited had already created a charge. So Mr. Prakash's duty ആയിരുന്നു അതിന് മുകളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക. In the view of above, the contention of PQR Limited is correct. So ഈ പറയുന്ന ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2 ലൈനേ ഉള്ളൂ, വെരി ഈസി ക്വസ്റ്റൻ ആണ്. 4 മാർക്സ് വരെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഐ എം റിപ്പീറ്റിംഗ്, നിങ്ങളൊരു പ്രോപ്പർട്ടി അക്വയർ ചെയ്യുമ്പോൾ, പ്രോപ്പർട്ടി ആയിക്കോട്ടെ, അസറ്റ് ആയിക്കോട്ടെ, അണ്ടർടേക്കിംഗ് ആയിക്കോട്ടെ, അത് അക്വയർ ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ നോക്കണം. കാരണം ലോ പ്രിസ്യൂം ചെയ്യുന്നത്, കാരണം ചാർജ് ഒരിക്കൽ രജിസ്റ്റർ സെക്ഷൻ 77 പ്രകാരം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് എ പബ്ലിക് ഡോക്യുമെന്റ്. സോ എനി വൺ അക്വയറിംഗ് എ പ്രോപ്പർട്ടി ഓർ അസറ്റ് ഓർ അണ്ടർടേക്കിംഗ് ഓഫ് എ കമ്പനി ഡീം ടു ഹാവ് നോളജ് അബൌട്ട് ഇറ്റ് എന്ന് ലോ പ്രിസംഷൻ എടുക്കും. സോ നിങ്ങൾ ആ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുമ്പോൾ, ആ പ്രോപ്പർട്ടിന്റെ മുകളിൽ ഒരു കമ്പനിയുടെ അടുത്തുനിന്ന് പ്രോപ്പർട്ടി അക്വയർ ചെയ്യുമ്പോൾ അത് ഫ്രീ ഓഫ് ചാർജ് ആണോ അല്ലയോ എന്ന് നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. കമ്പനി പറയേണ്ട ആവശ്യമൊന്നുമില്ല. സോ നിങ്ങൾക്ക് പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് അത് അവൈലബിൾ ആണ്. MCAയുടെ വെബ്സൈറ്റിൽ കയറി കാണാൻ വേണ്ടി പറ്റും. ക്ലാസ്സിലൊക്കെ ഞാൻ പ്രാക്ടിക്കലി കുറെ എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. സോ ഏതൊക്കെ ക്രിയേഷൻ എന്നാണ്, മോഡിഫിക്കേഷൻ എന്നാണൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് ലോ അസ്യൂം ചെയ്യും. സോ അത് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് ലേറ്റർ ഓൺ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ സെക്ഷൻ 80 പ്രകാരം PQR ലിമിറ്റഡിന്റെ കണ്ടൻഷൻ ശരിയാണ്. ടൈറ്റിൽ ഡീഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം പ്രകാശ് അത് മനസ്സിലാക്കിയിട്ടാണ് പ്രോപ്പർട്ടി അക്വയർ ചെയ്തതെന്ന് ലോ പ്രിസംഷൻ എടുക്കും. ക്ലിയർ അല്ലേ? രണ്ടും ചാർജിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റൻ ചോദിച്ചത് 83 80. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം. ഫോറിൻ കമ്പനീനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്. അതായത് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ
XYZ Limited, a company incorporated outside India and to which the provisions of this chapter are applicable, entered into a contract with ABC Limited, an Indian company, for the supply of machinery. So foreign company provisions applicable ആയിട്ടുള്ള ഒരു company Indian company ആയിട്ട് ഒരു ട്രാൻസാക്ഷനിലോട്ട് ഏർപ്പെട്ടു. After the machinery was delivered, ABC Limited failed to make the payment. So Indian company പൈസ കൊടുത്തിട്ടില്ല. XYZ Limited discovered that it had failed to comply with the provisions of this chapter relating to the registration of foreign company. Foreign companyയുടെ registration ബേസ് ചെയ്യുന്ന provisions comply ചെയ്തിട്ടില്ല. Despite this, XYZ Limited intends to file a suit. Suit file ചെയ്യാൻ വേണ്ടി പോകുവാണ് against the ABC Limited. Discuss whether XYZ Limited can initiate the legal proceedings against ABC Limited in the light of non-compliance of this particular chapter. So legal proceedings initiate ചെയ്യാൻ പറ്റൂ. Give your answer as per the provisions of Companies Act 2013. At a company which is incorporated outside India, even though they have not complied with the provisions of the foreign company incorporated outside Indiaയുടെ provisions comply ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർ ഏർപ്പെട്ട ഒരു കോൺട്രാക്ട്, ഒരു ഡീലിംഗ്, ഒരു ട്രാൻസാക്ഷനെ പോലും അത് എഫക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. സോ അവർക്ക് കിട്ടാനുള്ള പൈസ ഇല്ല, അത് അവർക്ക് മേടിച്ചെടുക്കാൻ പറ്റും. ഈവൻ ദോ ദ കമ്പനി ഈസ് നോട്ട് രജിസ്റ്റേർഡ്, അല്ലെങ്കിൽ there is some registration issues as per the provisions of this chapter. പക്ഷേ they cannot initiate a suit or legal proceedings unless they comply with the provisions of the chapter. So company incorporated outside India provisions comply ചെയ്യുന്നിടം വരെ സ്യൂട്ടോ ലീഗൽ പ്രൊസീഡിങ്സ് അവർക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് അവരുടെ എന്ത് എഫക്റ്റഡ് ആകാൻ പോകുന്നില്ല. ഒരു കോൺട്രാക്ടോ ലീഗൽ പ്രൊസീഡിംഗ് മറ്റേ ട്രാൻസാക്ഷൻസോ ഡീലിംഗ്സോ എൻ്റർ ചെയ്തതൊന്നും എഫക്റ്റഡ് ആകാൻ പോകുന്നില്ല. സോ കിട്ടാനുള്ള പൈസ മേടിച്ചെടുക്കാം, പക്ഷെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ ഇല്ല. സ്യൂട്ട് ഫയൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. According to 393 of the Companies Act, any failure by a company to comply with the provisions of this chapter shall not affect the validity of the contract, dealing or transactions entered into by the company or its liability. The company shall not be entitled to bring any suit or claim or any set off or make any other counterclaim unless the company has complied with the provisions of this chapter. കമ്പനി രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് ഒരിക്കലും അതിന്റെ കോൺട്രാക്റ്റോ ഡീലിങ്ങോ ട്രാൻസാക്ഷൻസോ എഫക്റ്റഡ് ആകാൻ പോകുന്നില്ല. മെഷീനറി സപ്ലൈ അത് എഫക്റ്റഡ് ആകാൻ പോകുന്നില്ല. സ്യൂട്ട് ഫയൽ ചെയ്തെടുക്കാൻ പറ്റില്ല. സോ ദെയർഫോർ ABC Limited സ്റ്റിൽ ലീഗലി ബൗണ്ട് ടു ഫുൾഫിൽ ദ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഇൻക്ലൂഡിംഗ് ദ പേയ്മെന്റ്. പക്ഷേ ഈ പറയുന്ന XYZ Limited cannot bring a suit, claim any set off, make any counter claim unless they have complied with the provision. So അവരത് കംപ്ലൈ ചെയ്യുന്നിടം വരെ സ്യൂട്ട് ഇനീഷ്യേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ they have to get their obligations. ഒരു ലയബിലിറ്റിനെയോ ഒരു കോൺട്രാക്ടിനെയോ ഒരു ട്രാൻസാക്ഷനെയോ ഡീലിംഗിനെയോ അത് എഫക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അടുത്തത്, explain the meaning of the following terms as defined under the FEMA Act. Authorized person. Authorized person എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ പറഞ്ഞിട്ടില്ലേ, എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫെമ ആക്ട് വഴി ഇവർ വഴി മാത്രമേ നിങ്ങൾ ഫോറിൻ എക്സ്ചേഞ്ച് ഡ്രോവൽസ് നടത്താൻ വേണ്ടി പാടുള്ളൂ. ആ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഓതറൈസ് പേഴ്സൺ എന്ന് പറയാം. റാൻഡം ആയിട്ടൊരു റെസ്റ്റോറൻറ്റ് കയറി ഫോറിൻ എക്സ്ചേഞ്ച് ഡ്രോവൽസ് നടത്താൻ പറ്റുമോ? ഇല്ല. അതായത് ഓതറൈസ് പേഴ്സൺ എടുത്തവർ പറയുന്ന കുറച്ച് മണി ചേഞ്ചേഴ്സ് ഒക്കെ ഉണ്ട്, അവർ വഴി മാത്രമേ നിങ്ങൾ ഫോറിൻ എക്സ്ചേഞ്ച് ഡ്രോവൽസ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ ആസ് പെർ ദ ഫെമ ആക്ട്. സോ ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ഫെമ ആക്ട്, ഓതറൈസ് പേഴ്സൺ മീൻസ് any authorized dealer, money changer, offshore banking unit or any other person for the time being authorized under this particular section to deal in the foreign exchange. Foreign exchange deal ചെയ്യാൻ, foreign security deal ചെയ്യാൻ എടുത്തു പറയുന്നുണ്ട്. യു ആർ ദ ഓതറൈസ്ഡ് ഡീലർ, യു ആർ ദ മണി ചേഞ്ചർ, അല്ലെങ്കിൽ ഓഫ്ഷോർ ബാങ്കിങ് യൂണിറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അവർ വഴി മാത്രമേ ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫോറിൻ സെക്യൂരിറ്റി ആയിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. Currency definition as per the provisions of FEMA, currency includes all currency notes, postal orders, money orders, checks, drafts, traveler's check, letters of credit, bills of exchange and promissory note credit cards or such other similar instruments as notified by the RBI. ഏതൊരു പോസ്റ്റൽ നോട്ട്സ്, പോസ്റ്റൽ ഓർഡേഴ്സ്, കറൻസി നോട്ട്സ്, ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്തൊക്കെ RBI നോട്ടിഫൈ ചെയ്തിട്ടുണ്ടോ അതിനെയെല്ലാം നമ്മൾക്ക് കറൻസി എന്ന് തന്നെ വിളിക്കും. So this is with the descriptive part. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഡിസ്ക്രിപ്റ്റ് പാർട്ടിൽ I did not find any questions to be difficult or anything. പക്ഷെ മൈന്യൂട്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അൺലിസ്റ്റഡ് കമ്പനിയുടെ കേസിൽ AGM കണ്ടക്ട് ചെയ്യുമ്പോൾ എല്ലാ മെമ്പേഴ്സും സമ്മതിച്ചിരിക്കണം. പിന്നെ നമ്മുടെ 48 hours പ്രോക്സി ഫോം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. അല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തായിട്ടൊന്നും കണ്ടിട്ടില്ല. സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ comment box regarding the sections of provisions that we have discussed. So next we are going to start with the multiple choice questions. So let us start with the multiple choice case based scenario on start ചെയ്യാം.
Mr. V started a new venture of online business of supply of grocery items at the doorstep of the consumers. So Mr. V ആണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനീഷ്യലി ഇറ്റ് വാസ് ഹാവിംഗ് ആൻ ഏരിയ ഓഫ് ഓപ്പറേഷൻസ് ഓഫ് Saharanpur city only. He employed some young boys having their own bikes and allocated the areas which they were accustomed of it for making the delivery of grocery items as per the order. So കുറച്ച് delivery boys നെ appoint ചെയ്തു. He also got developed a website and mobile app to receive the orders online. So website mobile app develop ചെയ്തു. His friend Sundaram, who's a chartered accountant, suggested him to corporatize this business firm from proprietorship business to a one-person company. ഒരു സോൾ പ്രൊപ്പറേറ്ററിൽ നിന്ന് 1% കമ്പനിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സുന്ദരം എന്ന് പറഞ്ഞ ഫ്രണ്ട് സജസ്റ്റും ചെയ്തു. Mr. V agreed and OPC was incorporated in the name of Ask V Online Grocery. അതായത് ഫസ്റ്റ് OPC ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. In this OPC, Mr. V became the member and the director, and Sudha, the mother of Mr. V, was made as a nominee. So Mr. V ആണ് മെമ്പറും ഡയറക്ടറും, സുധ നോമിനി ആയിരുന്നു. After a year, Mr. V got married with Vani. Since the business of online supply of grocery was on rising trend day by day, he thought to start a new business of supply of milk and milk products and another OPC in the name of Vani Milk Products. So where the OPC start ചെയ്യാണ് OPC2, and was incorporated with the help of the professional friend Sundaram. In this OPC2, Vani became the member and the director, and V was named as a nominee. So ഈ പറഞ്ഞതിനെ അവർ ഒന്നുകൂടെ ടാബുലർ ഫോമിൽ ആക്കിയിട്ട് പറയാണ്. ഫസ്റ്റ് OPC-ക്കകത്ത് വി ആയിരുന്നു മെമ്പർ, സുധ മദർ ആയിരുന്നു നോമിനി. സെക്കൻഡ് OPC-ക്കകത്ത് വൈഫാണ് മെമ്പർ, വി എന്ന് പറയുന്ന ആളാണ് നോമിനി. After some time, Sudha, the mother of Mr. V, passed away. However, before the death, Sudha had made a will in which she mentioned that after her demise, her another son, Krish, may be made as a nominee. So, mother, Krish, second son, the പേര് എഴുതി വെച്ചു. When Krish came to know this fact, he argued with Mr. V to fulfill the wish of Sudha as per the will, but V denied and appointed Vani, his wife, as a nominee. So V Krish എന്ന് പറയുന്ന ബ്രദറിനെ അപ്പോയിന്റ് ചെയ്യുന്നില്ല, വാണി എന്ന് പറയുന്ന വൈഫിനെ വീണ്ടും നോമിനി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അഗ്രി ഫ്രം, അതായത് ഫസ്റ്റ് OPC-യുടെ കാര്യം പറയുന്നത്, അഗ്രി ഫ്രം ദ ഡിസിഷൻ ഓഫ് Mr. V for not nominating him. Krish threatened Mr. V to take appropriate legal action against him for not honoring the will of Sudha. Krish legal action എടുക്കുമെന്നും പറഞ്ഞ് Mr. V-നെ threaten ചെയ്തു. Meanwhile, due to continuous threatening and unpleasant conversation between Krish and V, Vani became mentally upset and became insane. So V's wife Vani mentally insane ആയിപ്പോയി. In this situation, Mr. V, being the nominee in OPC2, became the member and the director of OPC2. So OPC2-ക്കകത്ത് വൈഫ് ആയിരുന്നു മെമ്പർ ആൻഡ് വി വാസ് എ നോമിനി. മെന്റലി ഇൻസൈൻ ആയതുകൊണ്ട് വി എന്ന് പറയുന്ന ആള് വീണ്ടും മെമ്പർ ആകുവാണ് OPC2-ന്റെ. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. One of the friends of Mr. V advised him to do some charitable work of providing free education to the girl children of his native village nearby Saharanpur. ഈ OPC-യോട് ചാരിറ്റബിൾ കാര്യം ചെയ്യാൻ വേണ്ടി ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്യാണ്. Mr. V thought about the proposal and asked his professional friend Sundaram to convert this OPC into a Section 8 company on the basis of above facts and by applying applicable provisions of Companies Act and applicable rules. Answer the multiple choice question. So Section 8 company ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. സിൻസ് വാണി ബീങ് ഇൻസെയിൻ ലോസ് എ കപ്പാസിറ്റി ടു കോൺട്രാക്ട്, അതായത് സെക്കൻഡ് കേസിൽ മിസ്റ്റർ വി ബിക്കെയിം ദ മെമ്പർ ഓഫ് OPC2. നൗ ഹൂ വിൽ മേക്ക് ദ നോമിനേഷൻ ഫോർ ദിസ് OPC? മെമ്പറെ മറ്റേ നോമിനീനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. സോ നോമിനി, അതായത് സെക്കൻഡ് OPC-യിൽ വൈഫ് ആയിരുന്നു മെമ്പർ, വി വാസ് എ നോമിനി. മെന്റലി ഇൻസെയിൻ ആയപ്പോൾ മിസ്റ്റർ വി ബിക്കെയിം ദ മെമ്പർ. ഇനി നോമിനീനെ ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യാൻ പോകുന്ന ആരായിരിക്കും? മിസ്റ്റർ വി ആയിരിക്കും. ഓപ്ഷൻ നോക്കുക. So, Mr. V, in the capacity of husband of Vani, can nominate any person as nominee of OPC2. അങ്ങനെയല്ല, ഹസ്ബൻഡ് കപ്പാസിറ്റി ആയിട്ട് നിന്നിട്ടല്ല നോമിനേറ്റ് ചെയ്യുന്നത്. മിസ്റ്റർ വി, who was a nominee of OPC2, has now become the member, and now as a member of OPC, he can nominate any person. Correct. ഫസ്റ്റ് കേസിൽ പറയാണ് മെന്റലി ഇൻസൈൻ ആയതുകൊണ്ട് ഹസ്ബൻഡ് കപ്പാസിറ്റിയിൽ നിന്നൊരു നോമിനി സജസ്റ്റ് ചെയ്യാം. നോ, അയാൾ നോമിനി ആയിട്ടുള്ള ആൾ മെമ്പറായി, ഇനി മെമ്പറിന് നോമിനിയുടെ പേര് സജസ്റ്റ് ചെയ്യാം. സോ സെക്കൻഡ് കേസിൽ മിസ്റ്റർ വി മെമ്പറായി, ആ മെമ്പറിന്റെ കപ്പാസിറ്റിയിൽ നോമിനിനെ സജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് ഓപ്ഷനിൽ അവർ പറയുന്നത് ഹസ്ബൻഡിന്റെ കപ്പാസിറ്റിയിൽ നിന്ന് നോമിനി സജസ്റ്റ് ചെയ്യുക. ദാറ്റ് ഇസ് റോങ്. അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ആക്ട് പറയുന്നില്ല. സെക്കൻഡ് ഓപ്ഷൻ നല്ലൊരു രണ്ട് ഓപ്ഷൻ കുറച്ച് കൺഫ്യൂസിംഗ് ആവും കേട്ടോ. ഹസ്ബൻഡ് കപ്പാസിറ്റിയിലല്ല, മെമ്പർ കപ്പാസിറ്റിയിലാണ് നോമിനിയുടെ പേര് സജസ്റ്റ് ചെയ്യുക. With the conversion of OPC2 into a company governed by Section 8 company is permissible? No. നിങ്ങൾക്ക് സെക്ഷൻ കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇഫ് യു വാണ്ട് യു കൻ കൺവേർട്ട് ആസ് എ പ്രൈവറ്റ് ഓർ എ പബ്ലിക് കമ്പനി, ബട്ട് യു കനോട്ട് കൺവേർട്ട് ഇൻ ടു എ സെക്ഷൻ 8 കമ്പനി. സോ ദ ഓപ്ഷൻ വിൽ ബി സെക്കൻഡ് വൺ, ബി. നോ, OPC കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു എ സെക്ഷൻ 8 കമ്പനി. പ്രൊവിഷനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് റൂളിനകത്ത്.
Mr. V is a member in OPC1. Member ആണ് അവിടെ മദർ ആയിരുന്നു നോമിനി ആയിട്ടുണ്ടായിരുന്നത് and became a member in another OPC2 by virtue of his being a nominee in that OPC2. Mr. V shall by what date meet the eligibility criteria, then individual can be a member in only one OPC. നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് at a time you can be a member of only one OPC. So OPC1ലും അയാൾ മെമ്പർ ആയിരുന്നു, OPC2ല് നോമിനി ആയിരുന്നു, പക്ഷെ ഇപ്പം വൈഫ് ഇൻസെയിൻ ആയപ്പോൾ അയാൾ മെമ്പറായി മാറി. അപ്പം എലിജിബിലിറ്റി ക്രൈറ്റീരിയ അറ്റ് എ ടൈം യു ക്യാൻ ബി എ മെമ്പർ ഓഫ് ഓൺലി വൺ OPC. സോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യണം. എത്ര ദിവസത്തിലാണ്? വിതിൻ എ പീരീഡ് ഓഫ് 180 days. സോ ഉറപ്പായിട്ടും ഏതേ വരത്തുള്ളൂ? 29th September 2024. 180 ഡേയ്സിനുള്ളിൽ ഏതെങ്കിലും ഒരു OPCയുടെ മെമ്പർ ആകാനായിട്ടുള്ള ഒരു തീരുമാനം മിസ്റ്റർ വി എടുക്കണം. അടുത്തത്, after the demise of Sudha, mother of Mr. V, Vani was nominated by Mr. V for OPC1 as a nominee. But now Vani has become insane. So what recourse you will suggest to Mr. V? We can the suggestion akodukka. Mr. V is required to nominate other person as a nominee. Mr. V should wait until Vani becomes good of her health. Although Vani has become insane, but if she is able to sign, Allah. Sundaram, who helped in incorporation of OPC1, may act as a legal consultant. No, it is point number A. Mr. V is required to nominate other person as a nominee. Member, where ഒരാളുടെ പേര് സജസ്റ്റ് ചെയ്യുക. കാരണം വൈഫ് എന്തായി പോയി? ഇൻസെയിൻ ആയി പോയി. So it's A. അടുത്തത്, Mr. V is preparing the financial statement for Ask V Online Grocery Private Limited for the financial year. Which of the following statement is correct regarding complaints of Section 129 of Companies Act 2013? Financial statement of OPC1 must include a cash flow statement. വേണ്ട, OPC-ക്കകത്ത് നമ്മൾ ഡിസ്ക്രിപ്റ്റിനകത്ത് ഡിസ്കസ് ചെയ്ത ഓർമ്മയില്ലേ? FS-നകത്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് 1% കമ്പനിക്ക് exception ആണ്. Financial statement must be presented and approved by a general meeting of members. Mr. V, as a sole director, is responsible for approving the financial statement before filing with the ROC. Consolidated FS must be prepared for OPC1. It's point number C. Mr. V, as a sole director, is responsible for approving the FS before filing with the ROC. ഒറ്റ ഡയറക്ടർ അല്ലേ ഉള്ളൂ. അപ്പം പുള്ളിക്കാരെ മാത്രം റെസ്പോൺസിബിലിറ്റി എടുക്കുക ROCക്ക് ഫയൽ ചെയ്യുന്നതിന് മുന്നേ for approving the FS. Fifth one. So first case-based scenario is done. Or the set കഴിഞ്ഞു. We're going to the next one. DEF LLP is a well-established LLP engaged in providing consultancy services. It has 4 partners, A, B, C, D, each contributing equally to the capital and holding an equal share of the profits and losses, and as detailed in the LLP agreement. Equal share ചെയ്യാണ് profits and losses. The partnership operates smoothly until partner A encounters significant financial difficulties due to personal business losses and decides to transfer the entire share of profit and losses to the LLP to Mr. X, an external investor, in exchange of financial assistance. So മൊത്തം profit and losses in LLP X എന്ന് പറയുന്ന ഒരാൾക്ക് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. A, partner A transfer ചെയ്യാണ്. The decision, although legal as per the LLP agreement, creates a ripple of concerns among the other partners. ബാക്കി പാർട്ട്നേഴ്സിന് അതൊരു പ്രശ്നമായിട്ട് തന്നെ തോന്നുവാണ്. After the transfer, partner B argues that LLP must be dissolved because partner A's transfer of rights effectively amounts to exiting the partnership, thus impacting the continuity of the LLP. അത് A exit ചെയ്ത് പോകുന്നതിന് തുല്യമാണ്, അത് കണ്ടിന്യൂറ്റി തന്നെ ബാധിച്ചേക്കാം. So partner B പറയാണ് LLP dissolve ആകുന്നതാണ് നല്ലത്. Mr. X, being the transferee, demands active participation in DEF LLP's decision-making process and insists on accessing financial records to monitor the investment. So X ഒരു ട്രാൻസ്ഫർ ചെയ്തിട്ട് പറയാണ്, എനിക്ക് അയാളുടെ മിസ്റ്റർ എയുടെ ഷെയർ കിട്ടുന്നതുകൊണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാണ്, എനിക്ക് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ LLPയുടെ ഡിസിഷൻസിനകത്ത് തരണം, എനിക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് മോണിറ്റർ ചെയ്യണം, സബ്സ്റ്റാൻഷ്യൽ സ്റ്റേക്കിനെ പറ്റിയിട്ട് എനിക്ക് അറിയണം, ഞാനിപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണം, ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഒക്കെ നോക്കണം എന്ന് മിസ്റ്റർ എക്സ് ആ ഇൻവെസ്റ്റർ പറയുകയാണ്. Partner C voices concerned about the potential disruptions in the LLP management structure and operation. Partner C പറയാണ് completely LLP management structure ne ബാധിച്ചു. Questioning whether Mr. X's involvement aligns with LLP's existing framework. Complete alignment തന്നെ മാറുവാണ്. So അതാണ് പാർട്ട്ണർ സി പറയുന്നത്. പാർട്ട്ണർ ഡി ഓൺ ദ അതർ ഹാൻഡ് അഡോപ്റ്റ്സ് എ ന്യൂട്രൽ സ്റ്റാൻഡ് ആണ്. പുള്ളിക്കാരൻ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ബട്ട് റേസസ് ദ ഇഷ്യൂ വെദർ LLP agreement sufficiently addresses such transfer to avoid future disputes. So മറ്റേ LLP എഗ്രിമെന്റിനെ പറ്റിയിട്ടുള്ള കാര്യമാണ്. ന്യൂട്രൽ സ്റ്റാൻഡ് ആണ്. ആകെ ഇഷ്യൂ ചോദിക്കുന്നത് LLP എഗ്രിമെന്റ് സഫീഷ്യൻലി അഡ്രസ് ചെയ്യുന്നുണ്ടോ, ആ ട്രാൻസ്ഫർ പെർമിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ്
പുള്ളിക്കാരൻ നോക്കുന്നത്. പാർട്ട്ണർ ഡി. സോ ടെക്നിക്കലി പാർട്ട്ണർ ബിക്കും പ്രശ്നമുണ്ട്, പാർട്ട്ണർ സിക്ക് പ്രശ്നമുണ്ട്, പാർട്ട്ണർ ഡിക്ക് ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ്. ദ സിറ്റുവേഷൻ ക്രിയേറ്റ്സ് എ കോംപ്ലക്സ് ഡൈനാമിക് വിതിൻ DEF LLP, റേസിംഗ് ക്വസ്റ്റൻസ് അബൌട്ട് ദ റൈറ്റ്സ് ഓഫ് ദ ട്രാൻസ്ഫറി. എന്തൊക്കെ റൈറ്റ്സ് ആണ് ട്രാൻസ്ഫറിക്ക് കിട്ടുന്നത്, ദ ഇംപ്ലിക്കേഷൻ ഫോർ ദ പാർട്ട്ണർഷിപ്പ് ഓപ്പറേഷൻസ് ആൻഡ് ദ ലീഗൽ പ്രൊവിഷൻസ്. എന്തൊക്കെ ഇംപ്ലിക്കേഷൻ സംഭവിച്ചേക്കാം, എന്തൊക്കെ ലീഗൽ പ്രൊവിഷൻസ് ഉണ്ട്. On the basis of above facts and applying applicable provisions of LLP Act and applicable rules, choose the correct answer. First one, can partner A legally transfer their share of profits and losses to Mr. X? Transfer ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. But yes വരുന്ന point number B and C. Yes, partner A can transfer their share entirely in accordance with the LLP agreement. Yes, but only if Mr. X becomes a partner in the LLP. No. Partner A ക്ക് ട്രാൻസ്ഫർ ചെയ്യാം in accordance with the LLP agreement. LLP agreement പ്രകാരം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. Option B, 6B. Seventh one. Does the transfer of partners A's share to Mr. X result in the dissolution of DEF LLP? ഒരിക്കലും ഇല്ല. അത് ഡിസൊല്യൂഷനിലോട്ട് പോകോ ഇല്ല. No, because the LLP Act does not consider such transfer as ground for dissolution. No, unless it is explicitly stated. No, it is point number B. ഒരിക്കലും ഷെയർ ട്രാൻസ്ഫർ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് എ ഗ്രൗണ്ട് ഫോർ ഡെസൊല്യൂഷൻ. അതൊരിക്കലും ആക്ട് ഒരു ഗ്രൗണ്ട് ഫോർ ഡെസൊല്യൂഷൻ ആയിട്ട് കാണുന്നേ ഇല്ല. അടുത്തത്, ഡസ് മിസ്, ഇതിപ്പോ നമ്മൾ എല്ലാ ഓപ്ഷൻസും വായിക്കാൻ നിൽക്കേണ്ട, നമുക്കറിയാം ഇറ്റ്സ് നോ. സോ 2 ഓപ്ഷൻ നോ വരുന്നുണ്ട്. ആ 2 നോയിൽ ഏതാണോ കറക്റ്റ് ആയിട്ട് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് അങ്ങനെ നോക്കാം. യു കെൻ മറ്റേ സേവ് എ ലോട്ട് ഓഫ് ടൈം ബൈ ഡൂയിങ് ദിസ്. 8th one, does Mr. X gain any right to participate in DEF LLP's management or access its financial results? No one. No. Unless expressly allowed by the LLP agreement, അയാൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. 8th ഓപ്ഷൻ ഇസ് ബി, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ബാക്കി എല്ലാം യെസ് ആണ് ഓപ്ഷൻ കിടക്കുന്നത്. 8th one ഇറ്റ്സ് ബി. So that part is also done. Easy question ആയിരുന്നു. Third case-based scenario. Sunrise Technologies Private Limited was in the process of establishing its new software development center in Pune. പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു സൺറൈസ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ്. On 20th February 2024, the board of directors passed a resolution to pass a property consisting of 3-story building, 25 acres of agricultural land, 100 motor cars, and orchard with 100 fruit-bearing trees. The company received a government notification dated 15th March 2024 requiring all new technology centers to obtain a special clearance within 45 days of establishment. ഇത് തുടങ്ങിയതിന് ശേഷം ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം within a period of 45 days. The notification mentioned that existing orders under the previous Technology Parks Act would continue to remain valid. പണ്ട് എന്തൊക്കെ പാസ്സായിട്ടുണ്ടോ that will remain valid. The notification was to be served to all concerned parties through registered post. The managing director has approached you to understand various legal aspects under the General Clause Act. So General Clause Act ne base ചെയ്തിട്ടുള്ള multiple choice ആണ്. With respect to the property being purchased by STPL, which of the following would not classify as a immovable property under the General Clause Act? The orchard with fruit bearing trees, adi mobile aanu. Motor car alla, it's a mobile property. 3-story building, agricultural lands. Very easy question. Motor car, it's a mobile property. The government notification requires clearance within 45 days. The notification was received on 20th March and the 45th day falls on Sunday, May 4, 2024. What would be the last date for obtaining the clearance? It's a very, very, very easy one. The next day. ഞാൻ പറയുന്നുണ്ട് ആ ഡേ ഹോളിഡേ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ 5th May. ഭയങ്കര എളുപ്പമുള്ള MCQ ആണല്ലോ ജനറൽ ക്ലാസ്. Concerning the previous orders, under the repealed Technology Parks Act, which statement is correct? All previous orders automatically becomes void. Previous orders continue to be valid unless explicitly cancelled. Previous order require fresh validation. Previous orders are valid only for 6 months after repeals. It's point number B. Previous order continue to be valid unless explicitly cancelled. Explicitly cancel ചെയ്യുന്നതിന് വരെ previous orders continue ചെയ്തുകൊണ്ടേയിരിക്കും. 11th one is B. So case-based scenarios കഴിഞ്ഞു. We are going to start with the independent questions ആണല്ല. The annual general meeting of Green Limited was held on 31/8/2024 AGM. Suppose the chairman of the company after 2 days of AGM went abroad for next 31 days. Due to the unavailability of the chairman within the time prescribed for submission of copy of report of the AGM with the registrar, the report was required, was signed by the 2 directors of the company which
of which one was an additional director of a company. So chairman, meeting നടന്നത് 31/8/2024 chairman AGM കഴിഞ്ഞ് 2 days കഴിഞ്ഞിട്ട് അബ്രോഡിലേക്ക് പോയി അടുത്ത 31 ദിവസത്തേക്ക്. സോ ആനുവൽ റിപ്പോർട്ട് നമ്മൾ ഏജത്തിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പം ചെയർമാൻ ഇല്ലാത്തത് കൊണ്ട് 2 ഡയറക്ടേഴ്സ് ആണ് സൈൻ ചെയ്തത്. അതിൽ ഒരാൾ അഡീഷണൽ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ കമന്റ് ഓൺ ദ സൈനിങ് ഓഫ് ദിസ് റിപ്പോർട്ട് ഓഫ് ദ ഏജിയം. ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം. ഇത് തെറ്റാണ്. ഇപ്പൊ നോ, ദ സൈനിങ് ഇസ് നോട്ട് ഇൻ ഓർഡർ ആസ് ഓൺലി ചെയർമാൻ ഇസ് ഓതറൈസ്ഡ് ടു സൈൻ ദ റിപ്പോർട്ട്. നോ, സൈനിങ് ഇസ് നോട്ട് ഇൻ ഓർഡർ സിൻസ് ദ ചെയർമാൻ ഇസ് നോട്ട് അൺഎബിൾ ടു സൈൻ. റിപ്പോർട്ട് ഷാൽ ബി സൈൻ ബൈ എനി 2 ഡയറക്ടേഴ്സ്. വൺ ഷാൽ ബി മാനേജിംഗ് ഡയറക്ടർ. സോ ദിസ് ഇസ് ഓപ്ഷൻ. സോ ചെയർമാൻ തന്നെ സൈൻ ചെയ്യണമെന്നില്ല. ചെയർമാന്റെ ഇൻഎബിലിറ്റി, അത് പേഴ്സണൽ റീസൺസ് ആകാം, ഡെത്ത് ആകാം, എനി ഇൻകപ്പാസിറ്റി ടു സൈൻ, എന്ത് സിറ്റുവേഷൻസ് അവിടെ സംഭവിച്ചാലും പേഴ്സണൽ റീസൺ കൊണ്ട് പോയിന്ന് ചിലപ്പോൾ ക്വസ്റ്റൻ വരാം. ഇതിന്റെ കേസ് ബേസ് ക്വസ്റ്റൻ നമ്മൾ സോൾവ് ചെയ്താൽ, സോ ചെയർമാന് സൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ 2 ഡയറക്ടേഴ്സ് സൈൻ ചെയ്യുക. അതിൽ ഒരാൾ എന്തായിരിക്കണം? മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കണം. ആൻഡ് ഇഫ് ദർ ഇസ് one company secretary of the company. Company secretary ഉണ്ടെങ്കിൽ company secretary സൈൻ ചെയ്യും. സോ ഇറ്റ് ഇസ് ഡി, ഓപ്ഷൻ ഡി. ചെയർമാൻ തന്നെ സൈൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങളോട് തെറ്റിക്കാൻ വേണ്ടി പേഴ്സണൽ റീസൺസിനാ പോയെന്ന് പറയും. അതൊന്നും ഒരു കുഴപ്പമില്ല. 13th one. Sneha, a resident of India, wants to invest her savings. She considers buying shares of a US-based company to benefit from the growing tech market. She is unsure if such an investment is allowed under the FEMA Act 1999. So, Sneha ഒരു റെസിഡന്റ് ആണ്. സേവിങ്സ് US based കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് താല്പര്യം. കാരണം ഗ്രോയിങ് മാർക്കറ്റ് ആയതുകൊണ്ട് അൺഷുവർ ആണ് അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് അലൗഡ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് അലൗഡ് ആണ്. Yes, such investments are allowed. Yes, but only if the investments is for US dollar. No. Yes, such investments are allowed. അങ്ങനെ US based കമ്പനിയിൽ ചെയ്യുന്ന റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. You can invest, no problem. It is 13A. 14th one. Rahul, a resident of India and an avid horse racing enthusiast, earns 5 lakh as prize money from an international horse racing event held in Dubai. He wants to remit this amount to his personal foreign bank account for future international race entries. So horse racing enthusiast ആണ്. 5 ലക്ഷം രൂപ പ്രൈസ് മണി ആയിട്ട് കിട്ടി. ഇന്റർനാഷണൽ ഹോഴ്സ് റേസിംഗ് നടത്തിയിട്ട് ഇത് അയാൾക്ക് പുറത്തുള്ള ഫോറിൻ ബാങ്കിൽ, പേഴ്സണൽ ഫോറിൻ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അങ്ങോട്ട് റെമിറ്റ് ചെയ്യണം. ഫ്യൂച്ചർ ഇന്റർനാഷണൽ റേസിംഗ് നടക്കുമ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഹി കൺസൾട്ട്സ് ഹിസ് ബാങ്കർ ടു കൺഫേം ഇഫ് ദ ട്രാൻസാക്ഷൻ ഇസ് പെർമിസിബിൾ അണ്ടർ ദ ഫെമ ആക്ട്. ബാങ്കറിനോട് ചെന്ന് ചോദിക്കുവാണ് ഇത് പെർമിസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണോ. ക്യാൻ രാഹുൽ റെമിറ്റ് ഹിസ് ഇൻകം ഫ്രം ഇന്റർനാഷണൽ ഹോഴ്സ് റേസിംഗ് ഈവന്റ് ടു ഹിസ് foreign bank account? No, it is not allowed. No, as per the remittance of income from racing, riding or any other hobby is prohibited unless it is for charitable purpose. No. Point number B ആണ്. നിങ്ങൾ ഹോഴ്സ് റേസിംഗ് ഒക്കെ നടത്തി കിട്ടുന്ന പൈസ ഫോറിൻ ബാങ്കിൽ നിങ്ങൾക്ക് റെമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് ഹോബി നിന്ന് ചെയ്യുന്ന സംഭവം ഇസ് prohibited transactions. Point number B. 2 no ഉണ്ട്. അപ്പോൾ it is 14B. Mr. Mudit works as an employee at ABC Private Limited with an annual salary of 3 lakh as specified in his employment contract. Mr. Mudit paid to the company 3,50,000 in the nature of non-interest bearing security deposit. Giving regards to the provisions of Companies Act, choose a correct option out of the following. Correct option choose ചെയ്യാനാ പറയുന്നത്. The deposit is a valid transaction since it is a non-interest bearing security deposit provided under the terms. Deposit violates the Companies Act 2013 because company cannot accept deposit from their employees. Deposit violates as the amount exceeds Mudit's annual salary. Deposit is invalid unless approved by the company shareholders in a general meeting. Point number C. അതായത് നിങ്ങൾ എംപ്ലോയീസിന്റെ അടുത്തു നിന്ന് ഡെപ്പോസിറ്റ് ആയിട്ട് പൈസ മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു ആനുവൽ സാലറി എക്സീഡ് ചെയ്യരുത്. മിസ്റ്റർ മുദിത്തിന് ആകെ 3 lakh സാലറി ഉള്ളൂ. 3,50,000 ആണ് ഡെപ്പോസിറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത്, വിച്ച് ഇസ് നോട്ട് അലൗഡ്. അപ്പം അതുകൊണ്ട് ഓപ്ഷൻ സി ആണ്. ആനുവൽ സാലറി എക്സീഡ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഇസ് നോട്ട് കറക്റ്റ്. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസ് ഓൾസോ സോൾവ്ഡ്. I hope you have understood the multiple choice as well as the descriptive. Multiple choice again ഞാൻ കുറേ കഴിഞ്ഞ സെഷനിലും പറഞ്ഞാണ്, കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സേവ് ആസ് മച്ച് ടൈം for the multiple choice. Don't waste a lot of time on multiple choice. കാരണം കുട്ടികൾ കുറേ നേരം മൾട്ടിപ്പിൾ ചോയ്സ് സോൾവ് ചെയ്യും, എന്നിട്ട് ഡിസ്ക്രിപ്റ്റീവിന് ടൈം പോകും. സോ ഇപ്പം നമുക്ക് അറിയാം ചില ക്വസ്റ്റൻ യെസ് ഓർ നോ ഇതുപോലെ വായിക്കും പറയാം. ഇപ്പം നോയ്ക്ക് ഇപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ 2 എണ്ണത്തിൽ ഏറ്റവും പെർഫെക്റ്റ് ആൻസർ ചെയ്താൽ നോക്കുക. അതുപോലെ കാൽക്കുലേഷൻ ഒക്കെ ഇപ്പം നമ്മുടെ 180 days ഇറ്റ്സ് വെരി ഈസി ടു കാൽക്കുലേറ്റ്. അങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്തു പോവുക. ഡോണ്ട് സിറ്റ് ആൻഡ് റീഡ് ഓൾ 4 ഓപ്ഷൻസ്. ആസ് സൂൺ ആസ് യു റീഡ് ദറ്റ് ക്വസ്റ്റൻ ഓപ്ഷനിൽ നിന്ന് ആൻസർ ചൂസ് ചെയ്യാൻ ശ്രമിക്കരുത്. നമുക്ക് ആ പ്രൊവിഷൻ ഓർമ്മ വരുമ്പോൾ വി നോ ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് പ്രൊവിഷൻ സേസ്, എന്നിട്ട് ആൻസർ പോയി ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചില ആൻസേഴ്സ് ഒക്കെ ഭയങ്കര സിമിലർ ആയിട്ട് തോന്നിയേക്കാം. ഓക്കെ, സോ ഡു വെരി വെൽ ഫോർ യുവർ എക്സാംസ്. ഞാൻ സെഷൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഇഫ് യു ഹവ് നോട്ട് വാച്ച് ദ RTP and MTP 1, പ്ലീസ് ഗോ വാച്ച് യുവർ RTP and MTP സീരീസ്.
you will get variety type of questions. എന്തായാലും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസ് ആണ് നമ്മൾ MTP1, MTP2 ആൻഡ് RTP ഡിസ്കസ് ചെയ്തേക്കുന്നത്. സോ അതിൽ തന്നെ നിങ്ങൾക്ക് കുറേ എക്സ്പോഷർ കിട്ടും, പല ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ചെയ്യാനായിട്ടുള്ള പ്രാക്ടീസ് കിട്ടും. പ്രാക്ടീസ് വെൽ, ഡു യുവർ റിവിഷൻസ്. നമ്മൾ സ്റ്റഡി പ്ലാൻ പറഞ്ഞ സമയത്ത് ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റിവിഷനൊക്കെ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഡിവിഡൻറ്റ്, അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി, ഓഡിറ്റേഴ്സ് ചാപ്റ്റേഴ്സ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഗോ ടു ദ നമ്മുടെ അതർ ലോ, ദാറ്റ് ഇസ് ദ ഫെമ ജനറൽ ലോസ് ഇന്റർപ്രിട്ടേഷൻ, ദെൻ കം ബാക്ക്. അതൊക്കെ നന്നായിട്ട് തന്നെ നോക്കുക. ഡോണ്ട് ലീവ് എനി പെർട്ടിക്കുലർ ചാപ്റ്റേഴ്സ്. ആ റിസ്ക് എടുക്കരുത്, കാരണം ഒരു ബഞ്ച് ആയിട്ടാണ് അവർ ചാപ്റ്റർ വെയിറ്റേജ് കൊടുത്തേക്കുന്നത്. സോ വി ഡോണ്ട് നോ how they're going to ask the questions and all. Okay, so all the very best for exams. Okay, thank you.